നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗും മലയാള സാഹിത്യത്തിലെ പകരം വയ്ക്കാനാവാത്ത സാഹിത്യകാരൻ MT വാസുദേവൻ സാറും അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ മഹത് വ്യക്തികളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി അർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമാചരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഭാരത സംസ്കാരത്തിൻ്റെയും പരമ്പരാഗത കലകളുടെയും പ്രതീകമായി ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലം ചെറുതുരുത്തിയുടെ ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ മുഖം കൂടിയാണ്. പ്രശസ്ത കവി വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച കേരള കലാമണ്ഡലം തനതു കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കലാലയമാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടെ കലാമണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും പുരസ്കാരദാന ചടങ്ങിൻ്റെയും ഭാഗമാകുവാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. സ്വാഗതഗാനം ആലപിക്കുന്നതിനായി കഥകളി സ്കൂൾ സംഗീത വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം 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 കളിയച്ചൻ കളരിയിലേക്കൊരു സ്വാഗതം സംഗീതവാദ്യ നടനമേളലയ സ്വാഗതം 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 നിളയിലെ ഓളങ്ങൾ തഴുകി തലോടുന്ന കഥകളിരാവാൾ നിറഞ്ഞാടുന്ന കളിയച്ചൻ കളരിയിലേക്കൊരു സ്വാഗതം സംഗീതവാദ്യ നടനമേളലയ സ്വാഗതം 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 മഹാകവിതൻ ശ്രുതി പദമായി നിറഞ്ഞിടും കലയുടെ കേളീരവമായി നിറഞ്ഞിടും കളിയച്ചൻ കളരിയിലേക്കൊരു സ്വാഗതം സംഗീതവാദ്യ നടനമേളലയ സ്വാഗതം 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 സ്വാഗതം. ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കഥകളി സ്കൂൾ ഡയറക്ടർ ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുജനങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കഥകളി സ്കൂളിൻ്റെ 16ാം വാർഷികവും ദേശീയ കഥകളി മഹോത്സവവും ഇന്ന് ഈ മഹാകവി വള്ളത്തോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നിള ക്യാമ്പസിൽ പഴയ കലാമണ്ഡലത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കഥകളി മഹോത്സവത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്നേറ്റത് ബഹുമാന്യനായ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി അവറുകളായിരുന്നു. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൻ്റെ മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ MTയുടെയും
മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണം നമ്മളെ എല്ലാവരെയും അതീവ ദുഃഖത്തിലാഴ്ത്തി. അതുകൊണ്ട് നമ്മുടെ ചടങ്ങ് ലളിതമായ രീതിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ഈ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന 130ഓളം വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നമുക്ക് മുടങ്ങാതെ നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പുരസ്കാര വിതരണവും ചെയ്യുന്നത് നമ്മുടെ എല്ലാം ഗുരുനാഥനും കഥകളി ആചാര്യനുമായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ. അദ്ദേഹം എന്നും കഥകളി സ്കൂളിൻ്റെ പരിപാടിയിൽ തുടക്കം മുതൽ നമ്മുടെ കൂടി സഹകരിക്കുന്ന ആശാനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓർമ്മയ്ക്ക് വേണ്ടി 2 പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഥകളിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കളിയച്ചൻ പുരസ്കാരം. അത് ഈ വർഷം നൽകുന്നത് നമ്മുടെ എല്ലാം ഗുരുനാഥനായ കലാമണ്ഡലം MBS ആശാനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാകവി പി കുഞ്ഞിരാമൻ നായർ കണ്ണൂരിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നടത്തിയ നവജീവൻ പത്രത്തിൻ്റെ ഓർമ്മയ്ക്കായി മികച്ച മാധ്യമ പ്രവർത്തകനുള്ള സാംസ്കാരിക മാധ്യമ പ്രവർത്തനത്തിലുള്ള പുരസ്കാരം മുൻ മാതൃഭൂമി ചീഫ് എഡിറ്ററായ PN സുരേന്ദ്രൻ സാർ അവരുകൾക്കാണ് നൽകാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വർഷം മുതൽ 2 ഗുരുപൂജ അവാർഡുകൾ കൂടി പ്രഖ്യാപിക്കുന്നു. കഥകളിയുടെ പ്രശസ്ത നടനായ ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായിരുന്ന കലാമണ്ഡലം കേശവൻ നമ്പൂരി അവരുകളാണ്. അദ്ദേഹത്തെ ഈ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2ാമത്തെ ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ചുട്ടിയിലെ ആദ്യത്തെ വനിത എന്ന് വേണമെങ്കിൽ പറയാം. കടൽ കടന്നു വന്ന് കലാമണ്ഡലത്തിൽ ചുട്ടി അഭ്യസിക്കുകയും നിരവധി കലാകാരന്മാർക്ക് ഉപജീവനമാർഗം തുറന്നു കൊടുക്കുകയും ചെയ്ത കലാമണ്ഡലം ബാർബറ വിജയകുമാറിനെയാണ് ചുട്ടിക്കുള്ള കലാകാരിക്ക് കഥകളി സ്കൂൾ ആദരിക്കുന്നത്, ഗുരുപൂജ നൽകി ആദരിക്കുന്നത്. ബാർബറ വിജയകുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് നാരായണ സാർ മാഷാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിപിൻ കുടിയേരത്തിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം കൺവീനറായ രതീഷിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലം കഥകളി സ്കൂളിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ കൃഷ്ണകുമാർ പുതുവാളിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഥകളി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കഥകളി ഫെസ്റ്റിവൽ ഒരു ചരിത്രം മുഹൂർത്തമാണ്. ഈ വേദി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്നവർക്ക് പോലും അരങ്ങേറ്റം നടക്കാൻ കഴിയാത്ത ഈ വേദിയിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ കഥകളി സ്കൂളിൽ പഠിക്കുന്ന 130ഓളം പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നും നാളെയുമായി ഈ വേദിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. ചെണ്ട, നൃത്തം, വാദ്യം, കഥകളി തുടങ്ങിയ ഇനങ്ങളിലാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. അത് കഥകളി സ്കൂളിനും നമ്മുടെ കുട്ടികൾക്കും
ഏറ്റവും വിലപ്പെട്ട ഒരു മുഹൂർത്തം തന്നെയാണ്. അതിന് അവസരം നൽകിയ കലാമണ്ഡലം അധികൃതരോടും കഥകളി സ്കൂളിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാതൃഭൂമി ലേഖകനും കഥകളി സ്കൂളിൻ്റെ രക്ഷാധികാരിയുമായ വി മുരളി അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന സംഘാടക സമിതി ചെയർമാൻ ശ്രീ വി മുരളി അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ ആദരണീയരെ, സദസ്സിലെ ബഹുമാന്യരെ, കഥകളി സ്കൂളിൻ്റെ 16ാം പിറന്നാളാണിന്ന്. ഈ പിറന്നാൾ നമ്മൾ ആർഭാടമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ നമുക്കെല്ലാം മാതൃകരായ മലയാളത്തിൻ്റെ സുഹൃതമായ പ്രിയ എഴുത്തുകാരൻ ശ്രീ MTയും നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഇന്ത്യയെ സാമ്പത്തിക രംഗത്ത് ശക്തമായി നിലനിർത്തിയ മൻമോഹൻ സിംഗും വിടവാങ്ങിയ സാഹചര്യത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ കുട്ടികൾ, 100-ലധികം വരുന്ന കുട്ടികൾ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവർ അഭ്യസിച്ച കലയിൽ അരങ്ങേറ്റം. ഡിസംബർ 30 കഴിഞ്ഞാൽ അവരുടെ അവധിക്കാലവും കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലത്ത് വെച്ച അരങ്ങേറ്റം, മറ്റെല്ലാ ആഘോഷങ്ങളും നമുക്ക് ആർഭാടം ഒക്കെ മാറ്റിവെക്കാം, പക്ഷേ കുട്ടികളുടെ അരങ്ങേറ്റം അവരുടെ ഒരു സ്വപ്നമാണെന്നുള്ളതുകൊണ്ട് നമ്മളിന്ന് ഈ പരിപാടി ഇവിടെ നടത്തുകയാണ്. നെല്ലിയുടെ തീരത്ത് പാഞ്ഞാൾ ഗ്രാമത്തിൽ നാം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇതെന്നാമമ്മ എന്നതാണ്. അവിടെ യജ്ഞവേദിയിലൊക്കെ ധാരാളമായി കേട്ടിട്ടുള്ള, അത് നമ്മളെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന, അതിൻ്റെ അർത്ഥതലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന പ്രിയ സുഹൃത്താണ് ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ പേരക്കുട്ടി എന്ന പിൻബലത്തിൽ തന്നെ കലാമണ്ഡലത്തിൽ പഠിക്കുകയും കലാമണ്ഡലത്തിൻ്റെ വിദ്യാർത്ഥി സമാജത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഗോപാലകൃഷ്ണൻ പിന്നീട് ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായെങ്കിലും അവിടെ തുടർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ കഥകളി സ്കൂൾ എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം അതിനാരംഭിച്ചു. ബഹുമാനായ MP ശ്രീധരൻ സാർ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം അത്ഭുതത്തോടുകൂടി തന്നെ എൻ്റെ കഠിനാധ്വാനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഗോപിയാശാനെ പോലെ ആളുകളുടെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 16 വർഷം ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ദേശീയ കഥകളി ഉത്സവം സംഘടിപ്പിക്കാനും തുടർന്നും ദേശീയ കഥകളി ഉത്സവത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ അംഗീകാരവും അതിൻ്റെ സഹായവും ലഭ്യമാക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിബദ്ധതയോടെയുള്ള ഗോപാലകൃഷ്ണൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഇന്ന് നമ്മൾ 16ാം വർഷം ആഘോഷിക്കുന്നു. നിരവധി കുട്ടികൾ കഥകളിയിലും സംഗീതത്തിലും ചെണ്ടയിലും എല്ലാം ഇവിടെ അരങ്ങേറുന്നു. ഗോപിയാശാൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു തീരുമാനം കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ ഇന്നിപ്പോൾ പലരും അതിൻ്റെ പിതൃത്വമൊക്കെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും കഥകളിയിലും പെൺകുട്ടികൾ കടന്നു വരാനൊരു അവസരമുണ്ടാക്കിയത്
കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതി അംഗമായ കലാമണ്ഡലം ഗോപിയാശാൻ ആദ്യമായി ആ കുട്ടികളെ അവർ പഠനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഗോപിയാശാൻ തന്നെയാണ് നേരിട്ടെത്തിയത്. ഇവിടെ ഗോപാലകൃഷ്ണൻ്റെ കഥകളി സ്കൂളിലും പെൺകുട്ടികൾ കഥകളിയിൽ അരങ്ങേറുകയാണ്. വലിയ ഒരു മാറ്റം ആ രംഗത്തുണ്ടാക്കാൻ കഥകളി സ്കൂൾ എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും MTയുടെയും വിയോഗത്താൽ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള പല ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയാതെ പോയി. കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം പഠിപ്പിക്കുകയും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് രാജ്യത്ത് ദുഃഖാചാരം നടക്കുമ്പോൾ എത്തിച്ചേരാനുള്ള പ്രയാസം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആദരണീയനായ കഥകളി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രക്ഷാധികാരിയെ പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP K രാധാകൃഷ്ണനും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. എന്നാലും അവരൊക്കെ നമ്മളോടൊപ്പമുണ്ട്. ഔദ്യോഗികമായി പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെത്തിയില്ലെങ്കിലും നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് 2 അവാർഡുകൾ സമ്മാനിക്കുന്നത്, 2 അല്ല 4 അവാർഡുകൾ സമ്മാനിക്കുന്നത് നമുക്കെല്ലാം ഓരോ മലയാളിക്കും ഓരോ കലാസ്നേഹിക്കും ഏറ്റവും ആദരണീയനായ കഥകളിയുടെ നിറവസന്തം ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ. ഗോപിയാശാൻ കഥകളി സ്കൂളിനെ സംബന്ധിച്ചോളം അതിൻ്റെ വഴികാട്ടിയാണ്. ഗോപാലകൃഷ്ണന് തുടക്കം മുതൽ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തിത്വമാണ് ഗോപിയാശാൻ. ഗോപിയാശാൻ്റെ സാന്നിധ്യമാണ് മറ്റെന്തിനേക്കാളും നാം ആഗ്രഹിക്കുന്നത്. ആ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് അവാർഡ് നൽകുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയില്ല. പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയ ആളുകളുണ്ട്. ഇന്ന് നമ്മൾ പുരസ്കാരം നൽകുന്നത് 2 MPSമാർക്കാണ്. ഒന്ന് കഥകളിയുടെ അരങ്ങിലും അതിനേക്കാൾ സൈദ്ധാന്തിക തലത്തിലും ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ ശ്രീ MPS നമ്പൂതിരിക്കാണ്. മറ്റൊരാൾ ഞങ്ങൾക്കെല്ലാം ഗുരുതുല്യനായ മാതൃഭൂമിയുടെ മുൻ ഡെപ്യൂട്ടി എഡിറ്ററും ചാനലിൻ്റെ പ്രോഗ്രാം ഹെഡുമായിരുന്ന ശ്രീ MP സുരേന്ദ്രൻ അവറുകളാണ്. മാതൃഭൂമിയിൽ ഞങ്ങളുടെ പത്രാധിപർ എന്ന പേരിൽ MTയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം നിങ്ങൾ വായിച്ചു. ഇത്തവണ സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് നമ്മൾ പുരസ്കാരം നൽകുന്നത്. നിളയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിളയെക്കുറിച്ച് കവികളും കഥാകൃത്തുക്കളും സാഹിത്യകാരന്മാരും നിരവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിളയെക്കുറിച്ച് ആദ്യം ഒരു പരമ്പര, ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു പരമ്പര മാതൃഭൂമിയിൽ എഴുതിയത് ശ്രീ MP സുരേന്ദ്രനാണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം വരികയാണ്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി 4 പതിറ്റാണ്ട് മുന്നേ നമ്മുടെ യുവജനോത്സവങ്ങളെ ഇന്ന് കാണുന്ന രീതിയിൽ മലയാള പത്രങ്ങളിൽ ഇടം നൽകിയതും ഇടം പിടിപ്പിച്ചതും ശ്രീ MP സുരേന്ദ്രനാണ്. ആ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യം കൂടി എന്നെ നിക്ഷിപ്തമായിരുന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ തീർച്ചയായും മഹാകവി P.യുടെ പേരിൽ ലഭിക്കുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. നിരവധി പുസ്തകങ്ങൾ സ്പോർട്സിനെ കുറിച്ച് വരെ, കലയെക്കുറിച്ച് മാത്രമല്ല സ്പോർട്സിനെ കുറിച്ചും വിദേശത്ത് മാതൃഭൂമിക്ക് വേണ്ടി സ്പോർട്സ്
പരിപാടികൾ കവർ ചെയ്യാൻ പോയിട്ടുള്ള ഒരാൾ നിലയ്ക്ക് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ആ മാന്ത്രികതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ രംഗത്തും വലിയ സംഭാവന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിനാണ് നമ്മൾ നവജീവൻ പുരസ്കാരം നൽകുന്നത്. അതുപോലെ ബാർബറ വിജയകുമാർ കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് കഥകളിയുടെ അംബാസഡറായി പ്രവർത്തിക്കുന്ന മഹത് വ്യക്തിത്വമാണ്. അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെത്തി ചുട്ടി പഠിക്കുകയും ആ ചുട്ടി പഠിച്ചു എന്നതിനപ്പുറത്ത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എപ്പോഴും പറയും ഗുരുവിനെ ദൈവതുല്യനായി കാണണം. പക്ഷെ എൻ്റെ ഒരു പത്രപ്രവർത്തന വിദ്യാർത്ഥി നിലയ്ക്ക് എൻ്റെ ഔദ്യോഗിക പ്രവർത്തനയ്ക്കിടയിൽ ഗുരുവിനെ ദൈവതുല്യം സ്നേഹിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമായിട്ട് ഞാൻ കണ്ടത് ബാർബറ വിജയകുമാറിനെയാണ്. ഗോവിന്ദവാരാശൻ 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 ഒരു ദിവസം 1000 തവണയെങ്കിലും ആശാനെക്കുറിച്ച് പറയും. അത്രമാത്രം ചുട്ടി എന്ന കലയോട് വളരെ ആത്മാർത്ഥം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാർബറ വിജയകുമാറിനെയാണ് ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. ലണ്ടനിൽ നമുക്കൊക്കെ അറിയാം, സ്വന്തമായി കഥകളി സ്കൂൾ നടത്തുന്നു. കേരളത്തിൽ നിന്ന് ഗോപിയാശാൻ ഉൾപ്പെടെയുള്ള നിരവധി കലാകാരന്മാരെ അവിടെ പരിപാടികളുമായി കൊണ്ടുപോയി 10-50 പരിപാടികൾ കഥകളിയെ വേണ്ട വിധത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ഇന്ന് കലാകാരന്മാർക്ക് പോകുമ്പോൾ കോപ്പൊന്നും കൊണ്ടുപോകേണ്ട അവിടെ പോകുമ്പോൾ എല്ലാം അവിടെ തന്നെയുണ്ട്. ആ രീതിയിൽ നമ്മുടെ കലയുടെ അംബാസഡറായി പ്രവർത്തിക്കുന്ന ബാർബറ വിജയകുമാറിനെ ആദരിക്കുന്നത്. പിന്നെ ഒന്ന് ബഹുമാനായ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ എനിക്കറിയാം. മണ്ണായും മിനുക്ക് വേഷങ്ങളൊക്കെ തന്നെ വളരെ നമ്മൾ ആദരിക്കപ്പെടേണ്ട അദ്ദേഹം ഈ വേദിയിൽ സന്നിധനാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അധ്യക്ഷൻ ഏറ്റവും ആദരവ് ഈ പുരസ്കാര സമർപ്പണം നടത്തുന്ന ഒപ്പം തന്നെ MT കുറിച്ചും മൻമോഹൻ സിംഗിനെ കുറിച്ചും ബഹുമാനായ മൻമോഹൻ സിംഗിന്റെ കഥകളി അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മൻമോഹൻ സിംഗിന്റെ മുമ്പിൽ നെഹ്റു മുതലുള്ള പ്രധാനമന്ത്രി തൻ്റെ കലയെ പരിചയപ്പെടുത്താൻ അവരെ അതിലെ വ്യക്തിത്വം നിലയ്ക്ക് അവരെ കൂടി സ്മരിച്ചു കാരണം ഇന്ന് അവരെ കൂടി ബഹുമാനപ്പെട്ട ഈ പുരസ്കാര ചടങ്ങും കഥകളി സ്കൂളിലെ 6ാം വാർഷിക ഉദ്ഘാടനം ചെയ്ത് നമ്മളുടെ പ്രഭാഷണം നടത്തും. ഇരുന്ന് തന്നെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. നമ്മുടെ MP ഇവിടെ എത്തി അദ്ദേഹം പോവുകയുള്ളൂ അറിയിച്ചിട്ടുണ്ട്. കഥകളി സ്കൂളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ആ രീതിയിലാണ്. ഇവിടെ വന്നതിന് ശേഷം ദില്ലിയിൽ പോകാൻ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊപ്പം ഉണ്ടാവും എന്ന് അദ്ദേഹം അറിയിച്ചു. ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കൾ വിപിൻ കുടിയേടത്തിൽ സതീഷ് എല്ലാവരും ഉൾപ്പെടെ കഥകളി സ്കൂളിലെ പ്രവർത്തനങ്ങളോടൊപ്പം നടക്കുന്ന ആളുകളാണ്. ഞാൻ വീണ്ടും ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ എല്ലാം കലാകാരത്തിൻ്റെ നമ്മുടെ രാജ്യത്ത് കഥകളുടെ യശസ് വിശ്വവിഖ്യാതമാക്കുന്നതിന് വലിയ പങ്കുവഹിച്ച ബഹുമാനായ ഡോക്ടർ കലാമണ്ഡലം നിങ്ങൾക്ക് ഓരോരുത്തരും വേണ്ടി വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. നന്ദി.
ഗുരുപൂജ പുരസ്കാരം ശ്രീ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും കലാമണ്ഡലം ബാർബറ വിജയകുമാറിനും. ഈ 4 പേർക്കും പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചത് ഞാനിതിൻ്റെ കഥകളി സ്കൂളിൻ്റെ ഡയറക്ടറും സർവോപരി എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കലാവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് മാത്രമല്ല, അല്ലാതെ തന്നെ പലതിലും കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങേറ്റം വളർച്ചയിലെത്തിക്കഴിഞ്ഞ സ്കൂളിൻ്റെ MD ആയിട്ട് ഉള്ള കലാമണ്ഡലം ഗോപാലകൃഷ്ണനും, ആ ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നില്ല എങ്കിലും ശരി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും കൂടി, അതായത് നമ്മളുടെ ഇതിൻ്റെ ചെയർമാൻ മുരളി, ഈ വടക്കാഞ്ചേരി മുരളി എന്നാണ്, വടക്കാഞ്ചേരി മാതൃഭൂമി മുരളി എന്ന് പറഞ്ഞിട്ടാണ് സ്വതവേ എല്ലാവരും അറിയുക. ആ മുരളിയും മറ്റും കൂടിയിട്ട് ഇങ്ങനെ അവാർഡ് തീരുമാനിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ്. കാരണം ഇത്തരം പ്രഗത്ഭരായ, അതായത് ഔചിത്യബോധത്തോടു കൂടി ഒരാളും ഒരു നിലയ്ക്കും മറിച്ചൊന്നും പറയാനുള്ള സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ ആണ് ശ്രീ അവാർഡുകൾ തീരുമാനിച്ചിട്ടുള്ളത്. എതിരഭിപ്രായക്കാർ ഒട്ടും ഉണ്ടാവാനേ സാധ്യതയില്ല. അതായത് അത്രയ്ക്ക് ഔചിത്യമായിട്ടാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ എല്ലാവർക്കും ഇതൊരു മതിപ്പായിട്ടുള്ള കാര്യമാണ്, സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേമാതിരി തന്നെ വേറൊരു കാര്യമുള്ളത്, ഇന്ന് നമ്മുടെ നാടിനെ അങ്ങേയറ്റം വളർത്തിക്കൊണ്ടുവന്ന, മലയാളത്തിനെ അങ്ങേയറ്റം വളർത്തിക്കൊണ്ടുവന്ന മലയാള ഭാഷയ്ക്ക് വ്യക്തമായ ഒരു രൂപം കൊടുത്ത സാഹിത്യ ലോകത്തിൻ്റെ ഏകനായ, അതായത് ഞാൻ അദ്ദേഹത്തെ നിന്ന് മാതൃഭൂമി ചാനലിൽ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യർ എന്നാണ്. തെറ്റില്ലാത്ത വാക്കാണെന്ന് എനിക്ക് തോന്നി. ആരെ? എം ടിയെ സംബന്ധിച്ചാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. എം ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെയധികം വിപുലമായ തോതിൽ തന്നെയാണ്. കുട്ടിക്കാലം മുതൽക്ക്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമല്ല ഞാൻ ഈ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് കൂടെ കണ്ടപ്പോൾ എനിക്ക് അങ്ങേറ്റം ബഹുമാനം തോന്നി. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതായത് ഒരു ദിവസം ഞാൻ ട്രെയിനിൽ AC കമ്പാർട്ട്മെൻറ്റിൽ ബുക്ക് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ വണ്ടിയിൽ തന്നെ MT ഉണ്ടായിരുന്നു. അദ്ദേഹം മുൻ സീറ്റിലിരിക്കുകയായിരുന്നു, ഞാൻ കുറച്ച് പുറകിലുമായിരുന്നു. ഞാനങ്ങനെ ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് നോക്കുമ്പോൾ MT അവിടെ ഇരിക്കണു. അപ്പോൾ ഞാൻ ചോദിച്ചു, വാസുവേട്ടനെ എപ്പോഴാണ് വന്ന് ചോദിച്ചു. ഞാൻ അവിടുന്നേ കയറിയിരിക്കണു, കോഴിക്കോട് നിന്ന് കയറിയിരിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമ്പിളിയമ്മാവൻ പുസ്തകമുണ്ട് കയ്യിൽ, തൊട്ടടുത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അത് വായിക്കുകയാണ്, ആ കുട്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ വാസുവേട്ടാ ഈ അമ്പിളിമാമനൊക്കെ ഈ സമയത്ത്? ഗോപി, ഈ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോരാ, ഉണ്ടാക്കണം. ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട വഴികൾ എങ്ങനെയാണ്, എന്താണ് വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ അമ്പിളിമാമൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വായിച്ച് രസിക്കേണ്ട ഒരു കഥയാണ്. കഥ പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അത്
അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ അതിൽ കൂടെ വായന, ഇങ്ങനത്തെ ചില പുസ്തകത്തിൽ കൂടെ വായന ഉണ്ടാക്കി തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് സ്വയം വായിക്കണം എന്ന് തോന്നും. ആ വായന കൊണ്ട് അങ്ങേയറ്റം ഉന്നതിയിലെത്താൻ ഓരോരുത്തർക്കും സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടികളെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകണു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ആ തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തിയെ, അതായത് അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ, കഥാകൃത്ത്, അദ്ദേഹത്തിന് തൻ്റെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ, തൻ്റെ കുട്ടികളെ എന്നുള്ളതല്ല, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ എന്ന അർത്ഥത്തിൽ കുട്ടി കണ്ടാൽ മതി, കൊണ്ടുവരാൻ ഇത്തരം ചില കുറുക്ക് വഴികൾ അല്ലെങ്കിൽ നല്ല വഴികൾ ആണ് എന്നുള്ളത് അവർക്ക് അദ്ദേഹത്തിന് തോന്നിയത് എത്ര അങ്ങേറ്റത്തെ മഹത്തായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആദ്യം തന്നെ മാതൃഭൂമിയിലോ അല്ലെങ്കിൽ നല്ല കടിച്ചാൽ പൊട്ടാത്ത ചില കഥകളൊക്കെ ഉണ്ട്. ആ കഥകളോ വായിച്ച് പഠിച്ചിട്ട് മുമ്പോട്ട് പോവാം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ്. നടക്കാത്ത കാര്യം വേഗമെടുക്കുന്ന അർത്ഥം. അപ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട സാധനം കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇത്തരം ചില കാര്യങ്ങളാണ് നല്ലത്. അതേമാതിരി നമ്മളുടെ മഹാകവി പി അദ്ദേഹം ഗുരുവായൂർ നിൽക്കുകയാണ്. അതായത് ആ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ തൊഴുത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് പരിചയമുണ്ട് കുറച്ച് ചെറുതായിട്ട്, അതായത് കൊല്ലംകോടൊക്കെ പോയിട്ട് ചില പരിചയമുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, എന്താ ഗോപി, ആദ്യം എന്നെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് വേറൊരു വാക്കാണ് പറഞ്ഞത്, ഗോപിയാശാൻ എന്ന്. അപ്പോൾ ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ട് കുറച്ച് നേരം നിന്നു. തെറ്റി ഗോപിയാശാൻ എന്ന് പറയില്ല, ഗോപി എന്നേ പറയുള്ളൂ. ഗോപി എന്താ ഇപ്പോൾ തൊഴുത് കഴിഞ്ഞോ? ഇനിയിപ്പോൾ പോവോ? ഉണ്ടാവില്ല, ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങിപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണ ചോദിച്ചു. എനിക്കതാണ് എനിക്ക് വേണ്ടത്. ഇവിടെ നിന്നാൽ ചിലതൊക്കെ കിട്ടുന്നൊരു തോന്നൽ, അതായത് സ്വസ്ഥമായിട്ട് ഒരു ഇതിൽ നിന്നാൽ, അതും ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ നിന്നാൽ ചിലതൊക്കെ കയ്യിൽ കിട്ടും അല്ലെങ്കിൽ മനസ്സിൽ കിട്ടും എന്നുള്ള വിചാരം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതും എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള ഇരിപ്പ് മറ്റൊന്നുമല്ല. അതായത് മനസ്സിൽ എന്തെങ്കിലും നല്ലത് തോന്നണം എന്ന് വിചാരിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ എന്നല്ല, സ്വസ്ഥമായിട്ട് നിൽക്കണം. നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ചെറുമകനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ കണ്ടുപിടിച്ചത് മറ്റൊന്നാണ്, വേറെ ഒന്നുമല്ല. കലാമണ്ഡലത്തിൽ പഠിച്ചു, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ, എങ്ങോട്ട് എന്നുള്ള ചിന്തയാണ് ഗോപാലകൃഷ്ണനെ കഥകളി സ്കൂളായിട്ട് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെ ആയിരിക്കും. അതായത് കഥകളി സ്കൂൾ തുടങ്ങാൻ തോന്നിയത്, ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യമുള്ളത്, 130 കുട്ടികളുടെ അരങ്ങേറ്റം ഇന്നുണ്ട് എന്ന് പറഞ്ഞു. 130 കുട്ടികളുടെ അരങ്ങേറ്റം നടത്താൻ കഥകളി സ്കൂളിന് സാധിച്ചു എന്ന് വരികിൽ അതൊരു മഹത്തായ കാര്യമല്ലേ? ഈ 130 കുട്ടികൾക്ക് അവിടെ അധ്യാപകർ എത്ര ഉണ്ട് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കുറേ അധ്യാപകർ ധാരാളം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കളരി മുടങ്ങേണ്ടി വന്നാൽ അത് കഷ്ടമല്ലേ? അപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല, അധ്യാപകർ ഒരുപാടുണ്ടേനി. നിലയല്ല അപ്പോൾ ഗോപാലകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികൾ ധാരാളമുണ്ട്, അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകരുണ്ട് പാകത്തിന്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിങ്ങനെ പോരാ, അത് വിസ്തരിച്ച് കൊല്ലം ചെല്ലും തോറും ഗോപാലകൃഷ്ണൻ്റെ മനസ്സിലത്തെ വികാരവും വിശാലമായിട്ടുള്ള ആഗ്രഹങ്ങളും അങ്ങേറ്റം വളർത്തി കൊണ്ടുവരികയാണ്. വളർത്തി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്ക് നിഷ്ഫലമായി പോകത്തക്കവണ്ണം യാതൊന്നും മനസ്സിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് എൻ്റെ അറിഞ്ഞിടത്തോളം തോന്നിയിട്ടുള്ളത്. നല്ല മനസ്സ്, അതായത് കലകൾ, അതായത് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്.
അതായത് കഥകളി, നൃത്തം, മേളം, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരിനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പഠിപ്പിക്കുന്ന കലകളൊന്നും നിഷ്ഫലമായിട്ടോ അന്യം നിന്ന് പോകാനോ പാടില്ല എന്ന സതുദ്ദേശമാണ് ഗോപാലകൃഷ്ണൻ്റെ മനസ്സിൽ. തൻ്റെ മുത്തച്ഛൻ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് അല്ലേ ഗോപാലകൃഷ്ണ? അതെ. ഏതായാലും ആ മുത്തച്ഛനായിട്ടുള്ള പിയുടെ ആ മനസ്സ് അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് ഗോപാലകൃഷ്ണന് തന്നെത്താൻ തോന്നിയിട്ട് അത് അങ്ങനെ തന്നെ വളർന്നു വരികയാണ്. ഗോപാലകൃഷ്ണൻ്റെ ഈ കഥകളി സ്കൂള്, പേര് കഥകളി സ്കൂളാണെങ്കിലും എല്ലാ കലകളും അതിലുണ്ട്. അപ്പോൾ കഥകളി സ്കൂളിന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇതൊക്കെ ഇത്രയും ഗംഭീരമായിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണത് ഈ ഗോപാലകൃഷ്ണൻ അല്ലാണ്ട് മറ്റൊരു വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ള ഞാൻ തറപ്പിച്ച് പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലം. അതായത് അങ്ങേയറ്റം സ്ഥാപനം വളരണം, സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ വളരണം, കുട്ടികൾക്ക് വേണ്ട ശിക്ഷണം, അതായത് വിദ്യ കൈവശം ഉണ്ടാക്കി കൊടുക്കണം, അതിന് എന്തൊക്കെ വേണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ഉള്ള പ്രവർത്തനം, അത് അങ്ങേറ്റവും വാശിയോട് കൂടിയിട്ട് എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല. അതായത് പല കാര്യങ്ങൾക്കും വാശി വേണം. ഒറ്റൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹി പോയിട്ട് പാടി കിടക്കുന്നുണ്ട്. അതായത് ഇതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ, കിട്ടണമല്ലോ. അത് കിട്ടണമെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചാലേ കിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിനറിയാം. അത് നിഷ്ഫലമായി തീരാറുമില്ല. അവിടെ ചെന്നിട്ട് പാടുപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നുന്നത് കലകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഗോപാലന് എപ്പോഴും പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സന്തോഷമായി തോന്നിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തോന്നുന്നത്. അപ്പോൾ ആ പ്രയത്നം ഒറ്റയ്ക്ക് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഈ കുട്ടികളുടെ രക്ഷിതാക്കളും അല്ലാണ്ട് സ്നേഹമുള്ള മറ്റുള്ള പ്രേക്ഷകരും ആസ്വാദകരും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനത്തിനൊക്കെ ശക്തി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം നിസ്സാരമല്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാലും നമുക്കിവിടെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഇവിടേക്ക് നമ്മളുടെ സ്ഥാപനം നേരെ പോകണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ അത് അങ്ങേറ്റം വലുതാവണം നന്നാവണം എന്ന് വിചാരിച്ചാൽ അതിന് ഒറ്റയ്ക്ക് സാധ്യമല്ല, ഉറപ്പായുള്ള കാര്യമാണ്. പക്ഷേ അത് മുൻ സ്ഥാനത്ത് നിന്നിട്ട് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തോടുകൂടി മറ്റുള്ളവരാൽ സ്നേഹസമ്പന്നരായിട്ടുള്ള സഹപ്രവർത്തകരുടെ ആ സാന്നിധ്യം കൊണ്ട് ഇതിനെ വളർത്തി കൊണ്ടുവരുന്നു. അതേ ഞാൻ പറഞ്ഞത്, വിദ്യാർത്ഥികൾ വളർന്നു വരുന്നു, വിദ്യാർത്ഥികൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്യാർത്ഥികൾ ധാരാളം ഉണ്ടാവാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസം, അതായത് കലകളെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണല്ലോ ഇത്രയും കുട്ടികൾക്ക് മാനസികമായിട്ട് സന്തോഷം തോന്നാനും അതിന് ഈ ഇപ്പം ഞാൻ പറഞ്ഞ 130 കുട്ടികളുടെ അരങ്ങേറ്റം നടക്കണു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? എവിടെയെങ്കിലും ഇത്രയധികം ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടോ? അപ്പോൾ അത് ഒരു മഹത്തായ കാര്യമാണ്. അതിനെ അംഗീകരിച്ചേ പറ്റൂ, അംഗീകരിക്കാതിരിക്കരുത്. ഇതിലാണ് പിന്നെ മറ്റൊന്നുള്ളത്, അത് കുട്ടികളുടെ കാര്യം. കുട്ടികളെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനം കിട്ടേണ്ടത് കുട്ടികളുടെ ആ കാര്യം സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് മുടക്കണമില്ല. ഇനി അതുകൊണ്ട് കാര്യം സ്കൂൾ വിദ്യാഭ്യാസം മുടക്കാതെ ഒഴിവുള്ള സമയങ്ങളിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്തിന് ഒരു കോട്ടം ഒരിക്കലും വരരുത് എന്നുള്ള വിചാരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പേരിൽ, അതായത് പിയുടെ പേരിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായർ ആശാൻ്റെ കുഞ്ഞിരാമൻ നായരുടെ
പേരിൽ നടത്തുന്ന ഈ അവാർഡ് അദ്ദേഹം അത് ആ കൊടുക്കുന്നത് ആർക്ക് വേണം എന്നുള്ളത് ആലോചിച്ച് ഉറപ്പിച്ച് ആണ് ഈ കൊടുക്കുന്നത്. അതായത് ഈ വല്ലവർക്കും കൊണ്ട് ഈ കൊടുക്കുകയല്ല. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാകവിയാണ്, സാത്വികനാണ്, അങ്ങേറ്റത്തെ എല്ലാം തികഞ്ഞ കലകളോട് അങ്ങേറ്റം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടുവരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത്രയ്ക്കും നല്ല വ്യക്തിയുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കുന്ന ഈ പുരസ്കാരം നിസ്സാരമായിട്ട് ഉള്ള വ്യക്തികൾക്ക്, നിസ്സാരം എന്ന് പറഞ്ഞാൽ കലകളെ സംബന്ധിച്ചായാലും എന്തിനെ സംബന്ധിച്ചായാലും അതിൻ്റേതായിട്ടുള്ളൊരു അവബോധം ഉള്ളവരുടെ മനസ്സിൽ അവർക്ക് അങ്ങേറ്റം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ആ മാനസിക ചിന്തയാണ് ഗോപാലകൃഷ്ണന് ഏറ്റവും ഈ അവാർഡ് നമ്മളുടെ MPS നമ്പൂതിരിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് അങ്ങേറ്റം നന്നായി. കാരണം അദ്ദേഹം ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ കഥകളി അങ്ങേറ്റം പഠിച്ച വ്യക്തിയാണ്. കഥകളി അങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഇനി ഇതിലധികം പഠിക്കാനില്ല, ബാക്കിയില്ല എന്ന് തന്നെ പറയാം. കഥകളിയെ സംബന്ധിച്ച് എന്ന് പറയുന്നതായും അതും കൂടിയും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 2-3 പുസ്തകങ്ങളുണ്ട്, 3-4 അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ ഇത്തവണ ഈ കുഞ്ഞിരാമൻ നായരുടെ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരിക്കലും നിസ്സാരമായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ MP സുരേന്ദ്രനെ സംബന്ധിച്ച് പറയൽ കഴിഞ്ഞ കാരണം കൊണ്ട് വീണ്ടും അതിനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യം ഇല്ല തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിനെ പോലെ, അതായത് MP സുരേന്ദ്രനെ പോലെ ഇങ്ങനൊരു വ്യക്തി, അതായത് പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു പ്രാസംഗികൻ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് വലിയൊരു പ്രാസംഗികനാണ്. അതുമാതിരി തന്നെ എഴുത്തിൻ്റെ കാര്യം അതിനേക്കാട്ടിലും വലിയ എഴുത്തുകളാണ്. അതായത് ലേഖനങ്ങളും കഥകളും ഒക്കെ അതായത് ഈ എല്ലാം ഇതിനെ സംബന്ധിച്ച് കലകളെ സംബന്ധിച്ചും സാഹചര്യങ്ങൾ മറ്റുള്ള പൊതുകാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ എഴുതാനും അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കാനും ഏറ്റവും കഴിവുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അതാണ് MPS സുരേന്ദ്രൻ. ഞാൻ അങ്ങേറ്റം സുരേന്ദ്രൻ എന്നൊക്കെ വിളിക്കുന്നത് തെറ്റായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഏതെങ്കിലും ആട്ടെ. അപ്പോൾ അതിൽ ഒരു അപാകതയും കാണുന്നില്ല അദ്ദേഹത്തിന് ഈ അവാർഡ് തീരുമാനിച്ചതിൽ. പിന്നൊന്ന് നമ്മളുടെ കേശവൻ നമ്പൂതിരിക്കാണ്. കേശവൻ നമ്പൂതിരി കഥകളിയിൽ അങ്ങേറ്റവും തലയിലെഴുത്ത് മോശമായതുകൊണ്ട് പിന്നാകെ പോയിക്കൊണ്ടിരുന്നു എന്ന് മാത്രം തന്നെയുള്ളൂ. ഇപ്പോൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ശരി, മിടുക്കനാണ് ആൾ. പഠിക്കാനും മിടുക്കനായിരുന്നു, പഠിച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കാനും മിടുക്കനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവാർഡ് തീരുമാനിച്ചിട്ടുള്ളത്, അതും നന്നായി, ഔചിത്യത്തോടു കൂടായി. പിന്നൊന്ന് ബാർബറയാണ്. ബാർബറ വിജയകുമാറിനെ സംബന്ധിച്ച് പത്രത്തിലൊക്കെ വായിച്ചിട്ട് കുറേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. വിദേശിയാണ്. ഈ ഞങ്ങളെ കുറേ ആൾക്കാർ, ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും എല്ലാവരുടെയും പേര് പറയണ്ട, എന്നെ തന്നെ മാത്രം പറഞ്ഞ കാര്യം കഴിഞ്ഞു. പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ല ചൂടാ, എനിക്ക് ചൂടായില്ല. അല്ല, അപ്പോൾ ഏതായാലും ആ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട്, അതായത് അവിടെ കഥകളിയെ സംബന്ധിച്ച്, അത് കഥകളി മാത്രമേ ഉള്ളൂ, അതാണ് രസം. പിന്നെ നൃത്തങ്ങളും അവിടെ അവതരിപ്പിക്കുന്നുണ്ട്, പലതുകൊണ്ട് ഓട്ടത്തുള്ള അങ്ങനെ പലതും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനം കഥകളിയെ സംബന്ധിച്ച് അതായത് കുട്ടികൾക്കും, സ്കൂൾ കുട്ടികളുണ്ട് അവിടുത്തെ, ആ സ്കൂൾ കുട്ടികൾക്കും അവിടെ പങ്കെടുക്കുന്ന മറ്റ് പലർക്കും പരിചയപ്പെടുത്തി കൊടുക്കലാണ് ഇവരെ ഈ ബാർബറ വിജയകുമാറിൻ്റെയും ജോലി. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതായത് വേഷം കെട്ടാനും ഡെമോൺസ്ട്രേഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അതായത് വേഷം കെട്ടിക്കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് ഡെമോൺസ്ട്രേഷൻ വിജയകുമാർ ചെയ്യും. ആ വിജയകുമാർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് അനൗൺസ് ചെയ്യാൻ ബാർബർ ഉണ്ടായിരിക്കും. ആ മനസ്സിലാക്കി കൊടുക്കാൻ എന്നർത്ഥം ഈ അനൗൺസ് ചെയ്യുമ്പോൾ.
അത്രയ്ക്കും കഴിവുള്ള, അതായത് വിദേശത്ത് കൂടി കഥകളിയെ സംബന്ധിച്ചും കലകളെ സംബന്ധിച്ചും മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ആ നല്ല ബുദ്ധിയോട് കൂട്ടി, നിർബന്ധ ബുദ്ധിയോട് കൂട്ടി പ്രവർത്തിക്കുന്ന ഇവരെ രണ്ടുപേരെയും അങ്ങേയറ്റം സന്തോഷപൂർവ്വം ആദരിച്ചേ പറ്റൂ, ആദരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നുള്ളത്, ബാർബറ ചുട്ടിക്കാരത്തിയാണ്. അതായത് ചുട്ടി പഠിക്കാൻ കേരളത്തിൽ ആദ്യമായിട്ടൊരു വനിത, അതും വിദേശ വനിത വന്നിട്ടുള്ളത് ആദ്യത്തെയാണ്. ആ ആദ്യത്തെ ഈ ഗോവിന്ദമാരാശാൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഗോവിന്ദമാരാശാന് ഇപ്പം നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് പറയുക, അത് സ്വതവേ വയ്യ, ഇംഗ്ലീഷ് പറയാറില്ല. അതായത് ഞങ്ങളെപ്പോലെ ചന്തത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളൊക്കെ പെടും അതിൽ. സ്വഭാവം എവിടേക്കാണ് പോകുകയെന്നറിയില്ല. അപ്പോൾ വിജയനോട് ഞാൻ പറയും, ഇവിടെ അടുത്തിരിക്കുക നല്ലത് കേട്ടോ എന്ന് പറയും. അപ്പോൾ അതും കൂടി ഉണ്ട് വിജയൻ്റെ കാര്യത്തിൽ. ഏതായാലും ആ ചുട്ടിക്കാരത്തിയാണ് നമ്മളുടെ ബാർബറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് വിദേശ വനിത എന്നുള്ളതിനേക്കാൾ കൂടുതൽ തൻ്റെ ഗുരുനാഥനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ആരാധിച്ചുകൊണ്ടേ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്, മഹത്തായ ഒരു സ്ത്രീയാണ് ബാർബറ. അവർ ഇപ്പോഴും എല്ലാ കൊല്ലവും തന്നെയാണ് ഞാൻ ധരിക്കുന്നത്, അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കളരിയിൽ വെച്ചിട്ടാണ് ചുട്ടി പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ആ കളരിയിൽ ഇപ്പോഴും വന്നിട്ട് നമസ്കരിച്ച്, ആ ദിവസം വന്ന് നമസ്കരിച്ച് പോവാറുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഏതായാലും അതൊരു മഹാഭാഗ്യമാണ്. തൻ്റെ ഗുരുനാഥനെ അങ്ങേയറ്റം ദൈവത്തെപ്പോലെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് എപ്പോഴും പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളത്. അവർക്ക് പല അസുഖങ്ങൾ വന്നു എന്ന് വിചാരിച്ചാലും ഈ ചുട്ടി കുത്തുന്നതിന് വേറൊരാൾ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് മഹാത്ഭുതം. ഏതായാലും ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ ഇവരുടെ ഈ 4 പേർക്ക് കൊടുക്കുന്ന ഈ പാരിതോഷികം, പുരസ്കാരം, ഇതിന് എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം അങ്ങേറ്റുണ്ട്. എങ്കിലും ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴേക്ക് ഒരു 5-8 പുരസ്കാരങ്ങൾ കൊടുക്കൽ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഓരോരുത്തരുടെ സംഘാടകരുടെ സംഘാടകർ തന്നിട്ട് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാനൊന്നുമില്ല കയ്യിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കൊടുക്കുന്നത് സംഘാടകർ തന്നിട്ടുള്ളതാണ്. എങ്കിലും ശരി, അതൊരു മഹാഭാഗ്യമാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ആഗ്രഹം ഞാൻ തന്നെ ഈ പുരസ്കാരം ഞാൻ തന്നെ കൊടുക്കണം എന്നുള്ളത്, അത് എൻ്റെ മഹാഭാഗ്യമാണ്. പക്ഷേ ഇത് എന്താ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിചാരം എന്നുള്ളത് ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴേ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദുര്യോധനൻ എന്ത് ചെയ്താലും അത് ഇതായിട്ടേ വരുള്ളൂ, വർദ്ധിച്ചിട്ടേ വരുള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ വർധനവ് എന്താണ് ചോദിച്ചാൽ ഞാൻ പോകുന്നുണ്ട്, വയ്യെങ്കിലും ശരി ചെല്ലുന്നുണ്ട്, ഈ പുരസ്കാരം കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അത് ഇപ്പം എൻ്റെ കൈമത്തരം പറഞ്ഞു എന്നുള്ളതാവില്ലേ? ഇപ്പോൾ അത് വേണ്ട, ഈ കാശാക്കിയന്മാർ പറഞ്ഞ മാതിരി ഞാൻ കളിയാക്കലില്ല. ഏതായാലും ഈ പുരസ്കാരങ്ങൾ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയത് ഞാൻ അങ്ങേറ്റം പുണ്യമായി കരുതുന്നു. അതുമാതിരി അവരും ഇത് എൻ്റെ കൈകൊണ്ട് കിട്ടിയത് കൊണ്ട് സന്തോഷമുണ്ട് എന്നുള്ള അവർ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയണു, അവർക്ക് സന്തോഷമുണ്ട്. എനിക്ക് മനസ്സിൽ തോന്നിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും തൃപ്തികേട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ശ്രീ ഗോപി ആശാൻ ആണ്. നിരവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പച്ചയാണ് ഏറെ ആസ്വാദക പ്രശംസ നേടിയ വേഷം. 30 വർഷത്തിലേറെ നീളുന്ന കലാസഭയിൽ കേരളത്തിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ചു. അതിനു പുറമെ അധ്യാപനത്തിലൂടെ യുവതലമുറയെ കഥകളിയുടെ വിസ്മയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഗോപി ആശാനെ ഈ പുരസ്കാര സമർപ്പണത്തിനായി ലഭിച്ചത് ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നു. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്ത കവിതയായ കളിയച്ഛന്റെ സ്മരണയ്ക്കായാണ് കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ഛൻ പുരസ്കാരം സമ്മാനിക്കുന്നത്. മഹാകവി പി പത്രാധിപനായി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നും ഇറക്കിയ നവജീവൻ പത്രത്തിന്റെ സ്മരണയ്ക്കായാണ് സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നവജീവൻ പുരസ്കാരം നൽകുന്നത്. ഈ വർഷത്തെ കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം MP.S. നമ്പൂതിരി അവർകളെയും അതുപോലെ തന്നെ നവജീവൻ പുരസ്കാരത്തിന് അർഹനായ ശ്രീ MP. സുരേന്ദ്രൻ അവർകളെയും പരിചയപ്പെടുത്തുന്നതിനായിട്ട് MP. നാരായണൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ പുരസ്കാരം
ഉള്ളൊരു പ്രശസ്തി പത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വായിക്കുകയാണ് ചെയ്യുന്നത്. കളിയച്ഛൻ പുരസ്കാരം 2024 പ്രശസ്തി പത്രം. കല്ലുവഴി ചിട്ടയുടെ സൗമ്യവും ദീപ്തവുമായ മുഖമാണ് കലാമണ്ഡലം MPS. കഥകളിയുടെ ചരിത്രവും സൗന്ദര്യശാസ്ത്രവും അരങ്ങുപാഠങ്ങളും സമാനുപാതത്തിൽ വികസിക്കപ്പെട്ട മനസ്സും ശരീരവും MPSന്റെ കലാജീവിതത്തെ നിർണയിക്കുന്നു. വൈദിക ഗ്രാമമായ കരിക്കാടിന്റെ പരിശുദ്ധിയും ലാളിത്യവും കർമ്മനിഷ്ഠയും ചിട്ടപ്രധാനമായ കഥകളിയിലേക്ക് അലിയിച്ചു ചേർക്കാനുള്ള സഫല പരിശ്രമങ്ങളാണ് MPSനെ ആചാര്യ പദവിയിൽ അടയാളപ്പെടുത്തുന്നത്. 82 വസന്തങ്ങൾ കണ്ട ആ കണ്ണുകൾ കഥകളിയുടെ നിത്യനൂതനമായ ചൈതന്യം ആവഹിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വടക്കേപ്പാട്ട് രാമകൃഷ്ണൻ നായരുടെ ശിഷ്യത്വത്തിൽ തുടങ്ങിയ MPSന്റെ കഥകളി അഭ്യാസം പുഷ്കലവും പൂർണ്ണവുമായത് കേരള കലാമണ്ഡലത്തിലാണ്. വാഴങ്കര കുഞ്ചു നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം ഗോപി എന്നീ ആചാര്യ ശ്രേഷ്ഠരുടെ നിഷ്കൃഷ്ടവും നിശിതവുമായ ശിക്ഷണം മൂത്തേടത്ത് പാലശ്ശേരി ശങ്കരൻ നമ്പൂതിരിയെ കലാമണ്ഡലം MPS നമ്പൂതിരി എന്ന കഥകളി വേഷക്കാരനായി പരിവർത്തിപ്പിച്ചു. ആദ്യവസാന വേഷങ്ങളെല്ലാം ചൊല്ലിയാടി ശീലിച്ച MPSന്റെ മാതലി, ഹംസം, സന്താനഗോപാലം ബ്രാഹ്മണൻ, മലജകുളം കാട്ടാളൻ, കൃഷ്ണൻ എന്നീ തുടങ്ങിയ വേഷങ്ങൾ സൗന്ദര്യ തികവിൽ മുന്നിട്ട് നിൽക്കാറുണ്ട്. ചൊല്ലിയാട്ടത്തിലെ കൃത്യതയും ഔചിത്യ ദീക്ഷയും പാലിക്കാൻ അരങ്ങിലും കളരിയിലും MPS സദാ ജാഗ്രത പാലിച്ചു. പഠനകാലത്തിന് ശേഷം കലാമണ്ഡലത്തിൽ തന്നെ വേഷവിഭാഗം അധ്യാപകനായി സേവനമാരംഭിച്ചതോടെ MPSന് തന്റെ കലാജീവിതം വിശാലമാക്കാൻ സാധിച്ചു. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ കൈവന്ന ആംഗല ഭാഷാ പരിജ്ഞാനം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിരവധി വിദേശ സർവകലാശാലകളിൽ പണ്ഡിതോചിതമായ ഉദാഹരണ പ്രഭാഷണങ്ങളിലൂടെയും ശില്പശാലകളിലൂടെയും കലാമണ്ഡലം MPS നമ്പൂതിരി കഥകളിയുടെ പതാകവാഹകനായി മാറി. നടൻ, അധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിലെല്ലാം തുല്യശോഭയോടെ പ്രവർത്തിച്ച MPS ജീവിത സായാഹ്നത്തിലും കഥകളി തിളക്കം കാത്തുസൂക്ഷിക്കുന്ന ആചാര്യനാണ്. കിളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് രചിച്ച കഥകളിയുടെ ലഘുപാഠ ചരിത്രം ആധികാരിക സ്വഭാവമുള്ള പഠനമാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെയും കേരള കലാമണ്ഡലത്തിന്റെയും അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാൽ സമാദരിക്കപ്പെട്ടതാണ് കലാമണ്ഡലം MPS നമ്പൂതിരിയുടെ 7 പതിറ്റാണ്ടോളം ദൈർഘ്യമുള്ള കലാസമന്യം. കഥകളി ആചാര്യൻ കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സ്മരണയാൽ ദീപ്തമായ കളിയച്ഛൻ പുരസ്കാരം സാഭിമാനം സാധാരം സമർപ്പിച്ചു. പുരസ്കാരങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കലാമണ്ഡലം ഗോപി ആശാനെ ക്ഷണിക്കുന്നു. ഈ വർഷത്തെ കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം MPS നമ്പൂതിരി അവർകളെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നവജീവൻ പുരസ്കാരം 2024 പ്രശസ്തി പത്രം ശ്രീ MP സുരേന്ദ്രൻ. കഥകളി ഉൾപ്പെടെയുള്ള കലകൾ, സ്പോർട്സും സിനിമയും സംഗീതവും സാഹിത്യവും ഒഴുകി നിറയുന്ന സർഗാത്മകതയുടെ തടാകമാണ് MPS സുരേന്ദ്രന്റെ മനസ്സ്. എഴുത്തായും പ്രഭാഷണങ്ങളായും സൗഹൃദ സംഭാഷണങ്ങളായും ആ തടാകം നിരന്തരം കവിഞ്ഞൊഴുകുന്നു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ
ഊന്നിയുള്ള പുരോഗമനാത്മകമായ മാധ്യമ പ്രവർത്തനത്തിന് ദിശാബോധം നൽകാൻ MP സുരേന്ദ്രന് സാധിച്ചു. മാതൃഭൂമിയിൽ പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായും വാർത്താ ചാനലിന്റെ പ്രോഗ്രാം ചീഫായും പ്രവർത്തിച്ചുകൊണ്ട് കലാരംഗത്തും കായിക മേഖലയിലും നാടിന്റെ നേട്ടങ്ങൾ അടയാളപ്പെടുത്താനും കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നിരന്തരം പരിശ്രമിച്ച സാംസ്കാരിക പ്രവർത്തകനാണ് സുരേന്ദ്രൻ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ക്ഷീണിക്കാത്ത മനീഷയും മഷിയുണങ്ങിയിടാത്ത പൊൻപേനയുമായി ഈ സുമനസ് നമുക്കൊപ്പമുണ്ട്. സ്കൂൾ കോളേജ് കലോത്സവങ്ങൾ ഏറ്റവും കൂടുതൽ കാലം വിലയിരുത്തി എഴുതിയ റിപ്പോർട്ടർ, കേരളത്തിലെ 200ഓളം കലാകാരന്മാരുടെ ജീവിതം രേഖപ്പെടുത്തിയ ഡോക്യുമെന്റേറിയൻ, കലാസംബന്ധിയായ 100ഓളം ലേഖനങ്ങളുടെ രചയിതാവ്, അഭിനയ ജീവിതം, ചിത്രകാരൻ മാധവ മേനോൻ, റെഡ് സ്റ്റോൺ, ആത്മബലി, സെക്കൻഡ് ഹാഫ്, തുകൽപ്പത്തിന്റെ യാത്രകൾ, ചിത്രകലാ കേരളം, കലയും ജീവിതവും, കറുപ്പും കാൽപന്തും, ഒളിമ്പിക് ഗാഥ തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി പുസ്തകങ്ങൾ എഴുതിയ ഗ്രന്ഥകാരൻ, പെരിയാർ ഭാരതപ്പുഴ പഠനങ്ങൾക്ക് ഫെലോഷിപ്പ് നേടിയ ഗവേഷകൻ, കലാസാഹിത്യ മേഖലകളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിനകത്തും പുറത്തും നടന്ന നിരവധി പരിപാടികളുടെ സംഘാടകൻ MP സുരേന്ദ്രന്റെ സുശോഭിതമായ സാംസ്കാരിക ജീവിതത്തെ ഇങ്ങനെയെല്ലാം അടയാളപ്പെടുത്താം. മാധ്യമ പ്രവർത്തകർക്കുള്ള കേസരി പുരസ്കാരം, ചൊവ്വര പരമേശ്വരൻ അവാർഡ്, VKN പുരസ്കാരം, KC സെബാസ്റ്റ്യൻ പുരസ്കാരം, മലയാള ഭാഷാ പുരസ്കാരം, വിജയകുമാർ മേനോൻ കലാപഠന പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾക്ക് MP സുരേന്ദ്രൻ അർഹനായിട്ടുണ്ട്. മഹാകവി P. കുഞ്ഞിരാമൻ നായർ പത്രാധിപരായി പ്രസിദ്ധീകരിച്ചിരുന്ന നവജീവൻ പത്രത്തിന്റെ സ്മരണയ്ക്കായി ചെറുതുരുത്തി കഥകളി സ്കൂൾ ഏർപ്പെടുത്തുന്ന നവജീവൻ പുരസ്കാരം സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയെ സമാദരിച്ചുകൊണ്ട് ശ്രീ MP സുരേന്ദ്രന് സമർപ്പിക്കുന്നു. ഈ വർഷത്തെ നവജീവൻ പുരസ്കാരത്തിന് അർഹനായ ശ്രീ MP സുരേന്ദ്രൻ അവർകളെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശാവാർക്കറിയ പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് വലിയ ആനന്ദം ആവുന്നത്. ശ്രീ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി. കഥകളിയിലെ സ്ത്രീവേഷങ്ങളും സുന്ദരഭ്രമണൻ, സുദേവൻ, നാരദൻ തുടങ്ങിയ മിനുക്കുവേഷങ്ങളും ഹൃദയാസ്വാദമാം വിധം അവതരിപ്പിക്കുന്ന കലാമണ്ഡലം കേശവൻ നമ്പൂതിരി പാത്രബോധത്തിലും ഔചിത്യബോധത്തിലും മുന്നിട്ട് നിൽക്കുന്ന നടനാണ്. കലാമണ്ഡലത്തിലെ കഥകളി വേഷ പഠനത്തിൽ പ്രഥമ ഗുരുനാഥനായ വാഴേക്കര വിജയന്റെയും തുടർന്ന് MPS നമ്പൂതിരി, വാസുപിഷാരടി, കലാമണ്ഡലം ഗോപി, പത്മനാഭൻ നായർ, രാമൻകുട്ടി നായർ എന്നീ ആചാര്യന്മാരുടെയും കളരികളിൽ നിന്ന് സ്വായത്തമാക്കിയ അഭിനയ വഴികളിൽ സ്വപ്രതിഭയുടെ വെളിച്ചം വീശി മുന്നേറിയ കേശവൻ നമ്പൂതിരി കഥകളി അരങ്ങുകളിലെ സജീവ സാന്നിധ്യമായി മാറി. മങ്കമ്പു ശിവശങ്കരപ്പിള്ളയുടെയും കലാമണ്ഡലം രാജശേഖരന്റെയും കീഴിൽ അഭ്യർത്ഥിച്ചെടുത്ത തെക്കൻ ജില്ലയിലെ അവതരണ ഭേദങ്ങൾ കേശവൻ നമ്പൂതിരിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. കഥകളിയിലെ മഹാരഥനായ അഭിനേതാക്കൾക്കൊപ്പം എണ്ണമറ്റ വേദികളിൽ വേഷം ചെയ്യാൻ ലഭിച്ച അവസരങ്ങൾ ഈ നടന്റെ കലാപരിശ്രമങ്ങളെ ദൃഢമാക്കി. കമനീയമായ സുഭദ്രമായ അംഗചലനങ്ങളാലും തികവുള്ള വേഷാഭ്യസനത്തിനും കഥകളി അവതരണങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നതിനുമായി വിഷ്ണുപ്രിയ നാട്യകലാക്ഷേത്രം എന്ന സ്ഥാപനം നടത്തി വരുന്നുണ്ട് അദ്ദേഹം. ശ്രീകൃഷ്ണാവതാരം, കോട്ടക്കൽ ശിവരാമന്റെ പേരിലുള്ള ഓർമ്മ പുരസ്കാരത്തിന് അർഹനായ കഥകളി നടൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയെ ചെറുതുരുത്തി കഥകളി സ്കൂൾ സസന്തോഷം സമാദരിക്കുന്നു.
പുരസ്കാര സമർപ്പണമാണ് അടുത്തതായി. കലാമണ്ഡലം കേശവൻ നമ്പൂതിരി അവർകളെ കഥകളി വേഷത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഥകളി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കൊടുക്കുന്ന 2 അവാർഡുകൾ ഈ വേദിയിൽ നൽകപ്പെട്ടു. ഒരു അവാർഡ് എന്ന് പറയുന്ന സമയത്ത് അത് ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം അവിടെ ആ ഒരു വേദിയിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യും. അത് സ്വീകരിക്കുന്നവർക്കും ആ ഒരു മഹത്വം ഉണ്ടാവും. നമുക്കറിയാം, ഭാരതീയമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സ്വന്തം വഴി വെട്ടിവന്ന ആളുകളാണ് ഈ മഹാന്മാരെല്ലാം. അവർ മറ്റൊന്നിനെയും പിന്തുടർന്നിട്ടില്ല. കുഞ്ഞിരാമൻ നായരുടെ ഒരു വരി തന്നെ ഉണ്ട്. അക്കിത്തവുമായി നടത്തുന്ന ഒരു സംഭാഷണത്തിൽ പി കുഞ്ഞിരാമൻ നായർ പറയുക തന്നെ ചെയ്യുന്നുണ്ട്, മറ്റൊന്നിനെയും പിന്തുടരാതെ വരുന്നവരാണ് വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വേദി വളരെ സന്തോഷം നൽകുന്ന ഒരു വേദിയാണ്. കാരണം രണ്ട് MPS ആളുകളാണ്, MPS ആശാനും MP സുരേന്ദ്രേട്ടനും. രണ്ടുപേരും എനിക്ക് വളരെ 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 വേണ്ടപ്പെട്ട 2 ആൾക്കാരാണ്. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് നടത്തിയ പല പ്രവർത്തനങ്ങളിലും എനിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയ 2 മഹത് വ്യക്തികളാണ് ഈ 2 ആൾക്കാരും. MPS ആശാൻ നിരവധി കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹം ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കാറുണ്ട്. സുരേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനാണ്. എൻ്റെ പത്രപ്രവർത്തന മേഖലയിൽ നമുക്കൊരു ഗുരുതുല്യനായി കാണുന്ന വ്യക്തിത്വമാണ്. അത് ഈ ഭാരതപ്പുഴ പൂർണ്ണമായി നടന്നു കണ്ട ആളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഭാരതപ്പുഴ തീരത്തിരിക്കുമ്പോൾ ഈ പി കുഞ്ഞിരാമൻ നായർ ഭാരതപ്പുഴയുടെ തീരം തേടി കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. നമ്മുടെ ഗോപാൽ ഷേട്ടിനെ പോലെ തന്നെ കലയുടെ കേന്ദ്രമായ നമ്മുടെ നിളാ തീരത്തേക്ക് യാത്ര ചെയ്ത് വന്ന് ഇവിടെ ജീവിതം പൂർണ്ണമായി ജീവിച്ചു തീർത്ത ആളാണ്. ആ ഭാരതപ്പുഴ പൂർണ്ണമായി കണ്ട ആൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ അപൂർവം ചില വ്യക്തികളെ ഉണ്ടാവുള്ളൂ. അതിലൊരാളാണ് MPS നമ്മുടെ സുരേന്ദ്രേട്ടൻ. പുഴ മുഴുവൻ നടന്ന് കണ്ട ആളാണ്. നിരവധി ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഴയും നിളയും കഥകളിയും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വള്ളുവനാടിൻ്റെ ഒരു വലിയൊരു മേഖലയിൽ ജനിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞു. ഈ അരങ്ങിൽ നിരവധി മഹാന്മാർ അരങ്ങേറിയ ഒരു സ്ഥലത്താണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പലർക്കും അതിൻ്റെ ഒരു മഹത്വം ഈ പ്രായത്തിൽ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ഇപ്പം അരങ്ങേറുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പരിപാടിയുടെ ടെൻഷനും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഈ ഒരു അരങ്ങിൻ്റെ മഹത്വം, ആ മഹത്വം എന്ന് പറയുന്നത് കാലത്തിൻ്റെ എന്താ പറയുക പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ധാരയിലേക്ക് നമുക്കും എത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഈ ഭാരതപ്പുഴ, പി കുഞ്ഞിരാമൻ നായർ, നിള, ഗോപിയാശാൻ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അത് ഇങ്ങനെ അതിൻ്റെ ഒരു വ്യാപ്തിയൊന്നും നമുക്ക് ആരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വേദിയിൽ ഇങ്ങനെയൊന്ന് നിൽക്കാൻ സാധിച്ചു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ ഇവിടെ ചേർന്ന എല്ലാ ആളുകൾക്കും എല്ലാ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി സാംസ്കാരികം കോഴിമാമ്പറമ്പ് ക്ഷേത്രം സെക്രട്ടറി ശ്രീ PG രതീഷ് അവരെ ക്ഷണിക്കുന്നു.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ദേശീയ കഥകളി മഹോത്സവം 16ാം വർഷമാണ് ഇവിടെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ പുതിയ മേഖലകളെ തേടി പുതിയ സംവിധാനത്തോടു കൂടിയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നൂതനമായ കാര്യങ്ങളോടും വളരെയധികം മാറ്റങ്ങളും മാറ്റിക്കൊണ്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 130 കുട്ടികളുടെ അരങ്ങേറ്റമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം നമുക്കറിയാൻ സാധിക്കും. 130 കുട്ടികളെയൊക്കെ ഒരുമിച്ച് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനുള്ള വിഷമതകളെക്കുറിച്ചും ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ കഥകളി സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എത്രത്തോളം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളും എല്ലാവരും ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ റിഹേഴ്സൽ അരങ്ങേറ്റം നടത്തുന്ന കുട്ടികൾക്ക് ഭാവിയിലും നല്ല സംവിധാനങ്ങളും അതുപോലെ തന്നെ മുകളിലേക്ക് ഉയരാൻ സാധിക്കട്ടെ. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി സംഘാടക സമിതി വൈസ് ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ പൊതുവാൾ അവർകളെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഒരു വേളയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി നമ്മെ വിട്ടുപിരിഞ്ഞു. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ സുഹൃതമായ MT നമ്മെ വിട്ടുപിരിഞ്ഞു. അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചാണ്. എങ്കിൽ പോലും നമ്മുടെ മലയാളിയുടെ സ്വത്വം ലോകത്തെ മുഴുവൻ അറിയിച്ച നമ്മുടെ അഭിനയ ചക്രവർത്തി എന്നാണ് ഞാൻ ഗോപിയാശാനെ വിശേഷിപ്പിക്കുന്നത്. അതിലും വലിയൊരു വാക്കില്ല ഒന്നുണ്ട് എനിക്ക്. അഭിനയ ചക്രവർത്തിയായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം ഇന്ത്യയുടെ മുഴുവൻ പൊതു സ്വത്തായ നമ്മുടെ ഗോപിയാശാൻ നമുക്കിവിടെ വന്നു. അതുപോലെ തന്നെ ആദരണീയരായ ഇന്ത്യക്ക് പുറത്ത് കഥകളിക്ക് വേണ്ടി ഒരുപാട് ഗോപിയാശാൻ സൂചിപ്പിച്ച പോലെ പ്രവർത്തിക്കുന്ന ബാർബറ വിജയകുമാർ, അതുപോലെ സുരേന്ദ്രേട്ടനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരു മേഖലയിൽ പ്രവർത്തിച്ച പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹമൊക്കെ വലിയ ഉന്നത തലങ്ങളിൽ നമ്മൾ സാധാരണ ലേഖകനായിരുന്നു എങ്കിൽ പോലും എന്നും ബഹുമാനത്തോടെ കാണുന്ന സുരേന്ദ്രേട്ടൻ, അതുപോലെ തന്നെ മുരളിയേട്ടനാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. അതുപോലെ തന്നെ ആശാന്മാർ ഡോക്ടർ നാരായണാശ, അങ്ങനെ രതീഷ്, സുമേഷ്, വിപിൻ, രവിയേട്ടൻ, അങ്ങനെ ഈ വേദി സർവോപരി ഗോപാലകൃഷ്ണൻ, ഇതിൻ്റെ എല്ലാം ആണിക്കല്ലായ ഇത്രയും വലിയ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരാൾ. ഇത് ഓരോ വർഷം കഥകളി മഹോത്സവം നടത്തുമ്പോഴും ഓരോരോ ടെൻഷനുകളാണ്. ഇപ്പോഴത്തെ ടെൻഷൻ ഭയങ്കര നടത്താൻ പറ്റുക എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ്. എന്തായാലും ജീവിതം കഥകളിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതിനുള്ള വല്ല അവാർഡ് ഉണ്ടെങ്കിൽ അത് ഗോപാലകൃഷ്ണന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയുക. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MPS ആശാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൈകിയ വേളയിൽ ഇനിയിപ്പോൾ സുബ്രഹ്മണ്യാശാൻ ഇതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ചൊല്ലിയാട്ടം ഇവിടെ അല്പം നിമിഷങ്ങൾക്കൊക്കെ അരങ്ങേറും. സർവോപരി നമ്മുടെ 130ഓളം കുട്ടികൾ, പ്രിയപ്പെട്ട കുട്ടികൾ, അവരെ എങ്ങനെ അനുമോദിക്കേണ്ട അറിയില്ല. അതിനുപരി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത രക്ഷിതാക്കൾ, ഇതിൻ്റെ കമ്മിറ്റി, അങ്ങനെയുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ ഇത്രയും നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ കഥകളി സ്കൂൾ ഡയറക്ടർ, അദ്ദേഹത്തിനെ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പിയുടെ കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ പേരക്കുട്ടിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ കഥകളിയിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അച്ഛൻ കവിതയിലായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്തായാലും ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ എളിയ ആശംസകൾ അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്ത പ്രശസ്തി പത്ര സമർപ്പണമാണ്. പ്രശസ്തി പത്രം സമർപ്പിക്കുന്നത് ഗോപിയാശാനെ ക്ഷണിക്കുന്നു. പത്രം ഏറ്റുവാങ്ങുന്നതിനായി MPS നമ്പൂതിരി അവർകളെ ക്ഷണിക്കുന്നു. കളിയച്ചൻ പുരസ്കാരത്തിനുള്ള പ്രശസ്തി പത്രമാണ് സമർപ്പിക്കുന്നത്. അടുത്തത് നവജീവൻ പുരസ്കാരത്തിനുള്ള പ്രശസ്തി പത്രമാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് MP സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഗുരുപൂജ പുരസ്കാരത്തിനുള്ള പ്രശസ്തി പത്രം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി അവരെ ക്ഷണിക്കുന്നു. ഗുരുപൂജ പുരസ്കാരം പ്രശസ്തി പത്രം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി കലാമണ്ഡലം ബാർബറ വിജയകുമാർ അവരെയും ക്ഷണിക്കുന്നു.
അടുത്തതായി മറുപടി പ്രസംഗമാണ്. മറുപടി പ്രസംഗത്തിനായി കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം MPS നമ്പൂതിരി അവരെ സാദരം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ ഗുരുനാഥനായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയേശൻ, ശ്രീ MP സുരേന്ദ്രൻ, ശ്രീ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി, കലാമണ്ഡലം ബാർബറ വിജയകുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. കൊട്ടാനും പാടാനും ആടാനും മാത്രമല്ല, ചുട്ടിക്കരയ്ക്കാനും വിയർപ്പ് വീഴ്പ്പുണുക്കാനും ചുമട് ചുമക്കാനും തനിക്ക് താൻ മാത്രം കളിവട്ടമൊന്നുണ്ട്. പഴഞ്ചനിൽ പഴഞ്ചനെങ്കിലും പുത്തനിൽ പുത്തനായി എന്നെന്നും വിളികൊള്ളുന്ന ആ കഥകളി യോഗത്തിന് മാലോകർ വിളിച്ച മറ്റൊരു കുറ്റപ്പേര് കൂടിയുണ്ട്: ജീവിതം. നവരസ പരമ്പര കളിവിടക്കങ്ങൾ ഇടവിടാതെ കരയോരത്തെ തൊട്ടുതലോടുന്ന ജീവിതം, അനാദ്യന്തവും അത്ഭുതകരവുമായ പ്രപഞ്ച ജീവിതം. ഭക്തകവി പി കുഞ്ഞിരാമൻ നായർ അവർ രചിച്ച കളിയച്ഛൻ എന്ന പുരസ്കാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്ത അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഗുരുത്വം എന്ന പവിത്രമായ മഹത്തരമായ ഒരു സങ്കല്പം, അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ബ്രാക്കറ്റിൽ സാഹചര്യങ്ങൾ ഒരു പരിധി വരെ അതിന് കാരണമാകാം. ഒരു കലാകാരൻ്റെ, കഥകളി കലാകാരൻ്റെ ഹൃദയഭേദകമായ ഒരു ദുരന്ത ജീവിതം ഈ കവിതയിൽ വായിക്കാം. കവിതയുടെ അകപ്പൊരുൾ ഗുരുത്വം തന്നെ. ആ മൂല്യത്തിന് ഇന്ന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടെന്ന് മറ്റൊരു കാര്യം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ഉദാത്തമായ മഹത്തരമായ ആ ശക്തിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യുഗപ്രഭാവനായ പട്ടിക്കാന്തൊടി ലാവണ്യമേനോൻ ആശാൻ കൊടുങ്ങല്ലൂർ കളരിയിലേക്ക് നാട്യം പഠിക്കാൻ പോയ ഒരു കഥ പ്രസിദ്ധമാണ്. തമ്പുരാക്കന്മാരെ ചെന്ന് കണ്ട ഉടൻ തമ്പുരാക്കന്മാർ പറഞ്ഞു, നിൻ്റെ ആശാൻ ആരാ? ലാവണ്യമേനോൻ വളരെ വിനയാന്വിതമായി പറഞ്ഞു, കുയിലിത്തൊടിയിൽ ഇട്ടിരാരിശമേനോൻ. ഇത് കേട്ടപ്പോൾ തമ്പുരാക്കന്മാർ, ഓഹോ, ധാരാളം കണ്ടിട്ടുണ്ട്, വിരലോളം പോന്ന ഒരു വേഷം അല്ലേ? വളരെ പുച്ഛമായിട്ടുള്ള ഒരു തരത്തിൽ വ്യംഗ്യപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം തമ്പുരാക്കന്മാർ അതിനെ ഗുരുനാഥനെ വിശേഷിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ ശിഷ്യൻ്റെ ഭാവം മാറി, ലാവണ്യമേനോൻ്റെ ഭാവം മാറി. മുഖം താഴ്ത്തി, അവിടെ നിൽക്കാനും വയ്യ, പോവാനും വയ്യ. ആഹാ, അതറിയാൻ തന്നെയാണ് ഈ പരീക്ഷണം. നിൻ്റെ ഗുരുത്വം എത്രമാത്രമുണ്ട്, ഗുരുഭക്തി എത്രമാത്രമുണ്ട് എന്നറിയാൻ തന്നെയാണ് ഈ പരീക്ഷണം. വിജ്ഞാനദാഹികൾക്ക് തീർത്ഥജലം നൽകുന്ന കൊടുങ്ങല്ലൂർ കളരിയിലെ ആചാര്യശ്രേഷ്ഠന്മാർ രാവുണ്ണിയെ ശിഷ്യനായി സ്വീകരിച്ചു. അവന് ആവശ്യമായതെല്ലാം വാരിക്കോരി കൊടുത്തു. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ തിരിയിൽ നിന്ന് കൊളുത്തിയ ഒരു പന്തത്തെ പറ്റിയാണ്. കലാമണ്ഡലം കളരി പ്രോജ്വലമാക്കിയ ഒരു പന്തം. ആ പന്തത്തിൽ നിന്ന് വീണ്ടും നിരവധി പന്തങ്ങൾ. അവയാകട്ടെ ലോകവേദികളിൽ കഥകളിയുടെ ശക്തി സൗന്ദര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രഭാപുരം പരത്തി. കളിയച്ഛൻ കവിതയിൽ നിന്നും 4 വരി. ബ്രഹ്മസ്വരൂപൻ ഗുരു കനിഞ്ഞിടുകിൽ ബ്രഹ്മാണ്ടമൊക്കെയും നിൻ കളിപ്പന്തൽ താൻ. കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണു ലക്ഷ്യം, കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണു ലക്ഷ്യം, ഗുരുവനാനുഗ്രഹപ്രീണനം. ഈ വരികൾ മന്ത്രം പോലെ ഉരുവിടേണ്ടതാണെന്ന് തോന്നുന്നു.
ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. അനുസ്മരിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു 5 പതിറ്റാണ്ട് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് ഒരു മഹാസംഭവം നടന്നു. കലാമണ്ഡലത്തിൻ്റെ പ്രഥമ പ്രിൻസിപ്പാളായിരുന്ന പത്മശ്രീ വാഴയങ്കട കുഞ്ചുനായരാശാൻ്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ KPS മേനോനെ പോലുള്ള വിദേശ അംബാസിഡർമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികളെല്ലാം അണിനിരന്ന ഒരു വേദിയായിരുന്നു അത്. കുഞ്ചുനായരാശാൻ്റെ സംഭാവനകളെക്കുറിച്ച് അതിഘോരമായി പ്രകാശിപ്പിക്കുന്ന 2-3 പ്രഭാഷകർ, ഡോക്ടർ വിജയൻ മാഷ്, അതുപോലെ AK ബാലകൃഷ്ണ വാര്യർ, അങ്ങനത്തെ പ്രമുഖന്മാരായിട്ടുള്ള പ്രഭാഷകർ, കൂടാതെ KP നാരായണ പിഷാരടി, ഇവരുടെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ നടന്നു വരുന്നു. മെല്ലെ അദ്ദേഹം നടന്നു വന്ന് ഈ വേദിയിൽ ഇരുന്ന് ഒരു കവിത വായിച്ചു. ആ കവിയുടെ പേരാണ് ഭക്തകവി P. കുഞ്ഞിരാമൻ നായർ. കുഞ്ചുനായരാശാനും കുഞ്ഞിരാമൻ നായരുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചൊക്കെ ആശാൻ്റെ ജീവചരിത്രത്തിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സൗഹൃദം ഞാൻ അതിനൊരു ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ആ വേദിയിൽ അത്ര നേരവും ആ പ്രഭാഷണങ്ങൾ കേട്ടിരുന്ന 2 വ്യക്തികളാണ് പിൻഭാഗത്ത് ഒരു ബെഞ്ചിലിരുന്നിരുന്നത്. അതിലൊരാളായിരുന്നു കുഞ്ഞിരാമൻ നായർ, രണ്ടാമത്തെ ആൾ VKN. ആ ഒരു രംഗം എൻ്റെ ഓർമ്മയിൽ ഇന്നും ദീപ്തമായി നിൽക്കുന്നു. എന്നെ ഈ കളിയച്ഛൻ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയ ഗുരുപരമ്പര വിടയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ 2 മേഖലകളിൽ അത്യുന്നത സ്ഥാനം വരിച്ചിരുന്ന കേരളത്തിൻ്റെ പ്രിയനായ ശ്രീ MT വാസുദേവൻ നായരുടെയും, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സമ്പദ്ഘടനയെ ഇന്നത്തെ നിലയിൽ കൊണ്ടുവരയ്ക്കാൻ അടിത്തറയിട്ട ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വാസ്തവത്തിൽ ഇന്നത്തെ ദിവസത്തിൽ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാനായിട്ട് സന്മനസ് കാണിച്ച കഥകളി ക്ലബിനോട് ഞാൻ നന്ദി പറയുന്നു എല്ലാ അർത്ഥത്തിലും. പക്ഷേ എന്നേക്കാളൊക്കെ അർഹതയുള്ള ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ ഗോപാലകൃഷ്ണനോട് ഈ അവാർഡ് പ്രഖ്യാപിച്ചെന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ഈ ചടങ്ങ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഗോപിയാശാൻ, അദ്ദേഹത്തിൻ്റെ കളരി ഇവിടെയാണ്, ഈ മണ്ണിലാണ്. 1-2 കൊല്ലങ്ങളല്ല, ആ ജീവിതം 60 കൊല്ലമാണ് നമ്മളെ ആനന്ദിപ്പിച്ചത്. ഞാനത് ഓർക്കുകയായിരുന്നു. 60 വർഷം നമ്മളെ ആനന്ദിപ്പിച്ചു, കലയുടെ ലോകത്തേക്ക് കൊണ്ടുപോയി. നമ്മളെ എല്ലാ അർത്ഥത്തിലും, നമ്മളെ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളെ ആ കഥകളിയുടെ സംസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലുള്ള പല കന്മഷങ്ങളെയും അത് പതുക്കെ പതുക്കെ ഇല്ലാതാക്കി. അപ്പോൾ ആശാൻ ഏതു വാക്ക് പറഞ്ഞാലും ഇപ്പം അത് അല്പം ദേഷ്യത്തോടെ കൂടിയിട്ടാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ വിചാരിക്കുക അത് പറയാൻ അർഹതയുള്ള ഭൂമിയിലുള്ള ഒരാൾ ഗോപിയാശാനാണെന്ന് വിചാരിക്കുക. കാരണം അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. കാരണം ഗോപിയാശാൻ കേരളത്തിൻ്റെ മാത്രം ഒരു ഗുരുവല്ല, ഇന്ത്യയുടെ മുഴുവൻ ഒരു ഗുരുവാണ്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് മറ്റൊരു രാജ്യത്ത് പോയപ്പോൾ ആ രാജ്യത്ത് 50 കൊല്ലം കഴിഞ്ഞ അവരുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആളുകളെ മുഴുവൻ അവിടുത്തെ സർക്കാരാണ് അവരെ പോറ്റുന്നതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 50 കൊല്ലം കല ഉപാസിക്കുകയും കലാവതരണങ്ങൾ നടത്തുകയും
അത് ആ രാജ്യത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അവർക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും മഹത്തായിട്ടുള്ളൊരു സംഭാവനയായിട്ട് കാണുകയും ചെയ്യുന്നൊരു രാജ്യവും അവിടുത്തെ സ്റ്റേറ്റ്സ്മാനും അവിടുത്തെ ഭരണാധികാരികളും ചെയ്തത് ഏറ്റവും വലിയ അവരുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ മുഴുവൻ അവതരിപ്പിക്കുന്ന ആളുകളെ മുഴുവൻ സ്റ്റേറ്റിൻ്റെ മക്കളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സ്റ്റേറ്റിൻ്റെ മക്കളായിട്ട് പ്രഖ്യാപിക്കുക. ഇന്ന് അത് ഇന്ത്യയുടെ ഒരു കാര്യം എടുത്ത് ആലോചിക്കുമ്പോൾ എനിക്കതിൽ വലിയ ദുഃഖം തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ ഓരോ ആളുകളും അവർ ഈ അരങ്ങ് വിട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ വയ്യ. ആ ഒരവസ്ഥ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ദിവസമാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു പത്രാധിപർ, ഞാൻ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോൾ എന്നെ ആദ്യമായിട്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന VPRും VP രാമചന്ദ്രനും വടക്കാഞ്ചേരിക്കാരൻ, അതേപോലെ തന്നെ MTയുടെയൊക്കെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അവർ എനിക്ക് നൽകിയ കാര്യങ്ങളിൽ അപ്പുറമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഈ ഫോട്ടോകളൊക്കെ വെച്ചെങ്കിലും ഞാൻ ഗോപിയാശാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്പീശൻകുട്ടി എന്നുള്ള നമ്പീശാശാൻ്റെ ജീവിതവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ആ മദ്ദളത്തിൻ്റെ ഇത്രമാത്രം അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സൂക്ഷ്മത, അതിൻ്റെ ഔചിത്യബോധം, അതിത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള വളരെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് നമ്പീശൻകുട്ടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലും ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അതുപോലെ നമ്മളെ കൈവിട്ട ഒരാളാണ് ഈ കലാമണ്ഡലത്തിൽ വന്നിട്ട് കലാമണ്ഡലത്തിനെക്കുറിച്ച് അത്ഭുതാതരങ്ങളോടുകൂടി എഴുതിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സാരംഗി വാദകനായിട്ടുള്ള പണ്ഡിറ്റ് രാംനാരായൺ. അദ്ദേഹം ഇവിടെ കലാമണ്ഡലത്തിൽ വന്ന് ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കഥകളിയെയും അതുപോലെ തന്നെ ഈ കലാരൂപത്തെയും ഒക്കെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ദേശീയ കലാരൂപമായിട്ട് വരെ പ്രഖ്യാപിക്കാൻ അർഹതയുള്ളൊരു കലാരൂപമാണ്. അത്രമാത്രം അത് ക്ലാസിക്കലി അത് റിച്ചാണ്, അത് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ അത്രമാത്രം സമ്പന്നമാണെന്നാണ് അദ്ദേഹം പിന്നീടൊരു അഭിമുഖത്തിലൊക്കെ എഴുതിയത്. അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് പതുക്കെ ഓരോന്നോരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MT പോകുമ്പോൾ, നമ്പീശൻകുട്ടി പോകുമ്പോൾ, രാംനാരായൺ പോകുമ്പോൾ, അതേപോലെ തന്നെ ഉസ്താദ് സക്കീർ ഹുസൈനൊക്കെ പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രബലമായൊരു വശത്തെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനം, അവനെയാണ് സംസ്കരിച്ചെടുക്കേണ്ടത് എന്ന വലിയ ചിന്ത നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനികളായിട്ടുള്ള വലിയ നായകന്മാർ മുഴുവൻ നമ്മുടെ അരങ്ങിൽ നിന്നും നമ്മുടെ നിന്ന് ഒഴുകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്കുള്ള ഗുരുനാഥന്മാർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള 3 പേരെയും ഞാൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയെയും അതേപോലെ തന്നെ MPS നമ്പൂതിരിയെയും ബാർബറ വിജയകുമാറിനെയും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ബാർബറ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഥകളിയുടെ രംഗത്തേക്ക് വഴിതെറ്റി നടന്നു വന്നവളാണ്. ഞാൻ ആ ചരിത്രം ആലോചിക്കുകയായിരുന്നു. അവർ ഇംഗ്ലണ്ടിലുള്ളൊരു കൊച്ചു ഒരു നഗരത്തിൽ നിന്ന് അവരിങ്ങോട്ട് പതുക്കെ അവർ നടന്ന് അവർ പോകുന്നത് ഒരു ജിപ്സിയെ പോലെ നടന്ന് അവർ വന്ന് ആ ഹിപ്പി കൾട്ടൊക്കെ ഉള്ളൊരു കാലമാണെന്ന് നിങ്ങൾ ആലോചിക്കണം ലോകത്തിൽ മുഴുവൻ. അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് അവർ പതുക്കെ വഴിതെറ്റി നടന്ന് ഇന്ത്യയിലേക്ക് വന്ന് വണ്ടി മാറി കയറി തെക്കേ ഇന്ത്യയിൽ വന്ന് കഥകളിയുടെ ഏറ്റവും വലിയ ആസ്ഥാന കലാക്ഷേത്രമായിട്ടുള്ള കലാമണ്ഡലത്തിലേക്ക് എത്തിയത് വിധിയുടെ ഒരു മഹത്തായിട്ടുള്ളൊരു നിയോഗം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അത് നിശ്ചയിച്ചൊരു ജഗന്നിയാതാവുണ്ട്. അദ്ദേഹം നിശ്ചയിച്ചത് അവർ ഈ ഭൂമിയിൽ തന്നെ ഈ കലാക്ഷേത്രത്തിൽ തന്നെ വന്നു ചേരട്ടെ എന്നാണ്. ഈ അടുത്ത ദിവസം ഞാൻ ഒരു വാട്സാപ്പിലാണോ ഫേസ്ബുക്കിലാണോ എന്നറിയില്ല, അവർ അവരുടെ ഗുരുനാഥന് വിളക്ക് കൊളുത്തുന്നൊരു ചടങ്ങ് ഞാൻ കാണുകയുണ്ടായി. അതാരും എടുത്തിട്ട് അയച്ച് എനിക്ക് തന്നതാണ്. അപ്പോഴാണ്
മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തമായിട്ട് ആ ഭാരതീയമായിട്ടുള്ള ഗുരുനാഥനോടുള്ള അഗൈധവമായിട്ടുള്ള നന്ദിയും അല്ലെങ്കിൽ കൃതജ്ഞതയും സ്നേഹവും അതുപോലെ തന്നെ ആ കലയോടുള്ള ആദരവും ഒക്കെ കലർന്ന ഒരു വലിയൊരു പൂജയാണ് ആ ഒരു നിമിഷത്തിലൂടെ ഞാൻ കണ്ടത്. മഹത്തായ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയുടെ ഒരു ചിത്രമാണ് ഞാൻ അവിടെ കണ്ടത്. അത് എത്രമാത്രം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് എത്രമാത്രം അത് ചലനമുണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല. അത്രമാത്രം അവർ ആ ഗുരുവിനോടുള്ള അവരുടെ ആദരം സ്നേഹം ഒക്കെ അവിടെ ഒരു പ്രണാമമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. MPS നമ്പൂതിരി കഥകളി രംഗത്ത് നിന്ന് പിന്മാറി എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണെന്ന് ഞാൻ പറയും. കാരണം കഥകളി ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ സിരകളും അദ്ദേഹത്തിൻ്റെ ശരീരവും ഒക്കെ രൂപീകരിച്ചിരിക്കുന്നത് മുഴുവൻ കഥകളിയുടെ അനേകം നവരസങ്ങൾ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും അദ്ദേഹം കഥകളിയുടെ ചരിത്രവും അതിൻ്റെ സംസ്കാരവും കളിയുടെ ഉള്ളിലുള്ള അനേകം ഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെ തേടി അദ്ദേഹം സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ്. കഥകളിയുടെ രംഗപാഠ ചരിത്രം നമുക്ക് ആട്ടക്കഥാ സാഹിത്യത്തിന് നല്ല ആട്ടക്കഥാ രൂപത്തിന് മലയാളത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ആ കലാരൂപത്തെക്കുറിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനൊരു പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പുതിയ പുതിയ ചിന്തകൾ, പുതിയ ആവിഷ്കാരത്തിൻ്റെ പുതിയ രീതികളൊക്കെ നിരന്തരമായിട്ട് ആളുകളുമായിട്ടൊക്കെ സംവദിക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ള കാര്യം ഒരു സന്തോഷകരമായിട്ടുള്ള, വളരെ ആഹ്ലാദകരമായിട്ടുള്ള, അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇവിടെ സമ്മാനിതനായതിൽ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ആഹ്ലാദിക്കുന്നു. ഞാൻ 2 തവണ മാത്രമേ P. കുഞ്ഞിരാമൻ നായരെ കണ്ടിട്ടുള്ളൂ. മഹാകവി ഒരു തവണ സാഹിത്യ അക്കാദമിയിൽ വന്നു. അദ്ദേഹം അവാർഡ് സ്വീകരിക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇലവു മരം അവിടെ കാണുന്നില്ല. ആ ഇലവു മരം അക്കാദമിയുടെ ഒരു വികസനത്തിന് വേണ്ടി മുറിച്ചു മാറ്റി. മഹാകവി അവാർഡ് സ്വീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. മഹാകവി അവിടെ ഇരുന്നിട്ട് അവസാനം മഹാകവിയോട് പ്രസംഗിക്കണമെന്നന്ന് സെക്രട്ടറി ആയിട്ടുള്ള പവനൻ വന്ന് പറഞ്ഞു. അപ്പം മഹാകവി ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് ചെയ്ത ഈ കൊടുംദ്രോഹം ഒരു അവാർഡ് എനിക്ക് തന്ന് അടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നായിരുന്നു മഹാകവിയുടെ അഭിപ്രായം. നിങ്ങൾ ആ മരച്ചുവട്ടിൽ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ആരൊക്കെ ഇരുന്നതെന്നറിയാമോ എന്ന് ചോദിച്ചു. അവിടെ മഹാകവി വള്ളത്തോൾ അവിടെ ഇരുന്ന് കവിത വായിച്ചിട്ടില്ലേ? ഉള്ളൂരവിടെ വന്നിട്ടില്ലേ? അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരമായിരുന്നില്ല ഇലവു മരം? വൈലോപ്പിള്ളി ആ ഇലവു മരത്തിനെ കുറിച്ച് കവിത എഴുതിയിട്ടില്ലേ? അക്കാഡമിക്ക് വികസിപ്പിക്കാൻ എത്ര സ്ഥലങ്ങളുണ്ട്? ആ ഒരു രംഗമാണ് ഞാൻ ആദ്യത്തിന് സാക്ഷ്യം വഹിച്ചത്. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മഹാകവിയുടെ സുഹൃത്തെന്ന് പറയുന്ന തൃശ്ശൂരിൽ KN നായരാണ്. അപ്പോൾ നായർ ഇതുപോലെ തന്നെ പെരുന്ന KN നായർ ഇതുപോലെ തന്നെ അവിടെ തൃശ്ശൂരിൽ വന്ന് അദ്ദേഹം തെക്കേമഠത്തിലുള്ള സമയത്ത് ഒരു മിന്നായം പോലെ മഹാകവിയോട് വരികയും അദ്ദേഹത്തിൻ്റെ കവിത കൊടുക്കുകയും ഒക്കെ തിരിച്ചു പോവുകയും ചെയ്തു. മലയാളത്തിലെ ഏറ്റവും വലിയൊരു കവിയെ നമ്മൾ അങ്ങനെ കാണുകയാണ്. ചന്ദ്രദർശനവും നരബലിയും കളിയച്ഛനും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു മഹാകവി. കുട്ടികൾക്ക് അനേകം ബാലകവിതകൾ രചിച്ചിട്ടുള്ളൊരു കവി. അവരൊക്കെ നമ്മുടെ ഒരു കാലത്തിൻ്റെ വലിയ വലിയ ശേഷിപ്പുകളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മഹാന്മാരായ ഗുരുനാഥന്മാരൊക്കെ ആ ശേഷിപ്പുകളുടെ ഭാഗമാണ്. അവരെ ഒക്കെയാണ് ഇന്നത്തെ ഭരണകൂടം ആദരിക്കേണ്ടതെന്നും നിലനിർത്തേണ്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മലയാളത്തിലൊരു കൊച്ചു സിനിമയിലൊരു ചെറിയ വേഷം ചെയ്താൽ മതി, അവൻ ഇന്ന് സൂപ്പർ സ്റ്റാറാണ്. അവൻ ഇന്ന് സ്വീകരിക്കാൻ ആളുകളുണ്ട്. അവന് ഇന്ന് ഫോട്ടോ എടുക്കാനും വഴിയൊരുക്കാനും എന്ന ആളുകളുണ്ട്. ഞാൻ അടുത്ത ദിവസം കണ്ടത് അതുപോലെ ഒരു വലിയ വൈദികനായിട്ടുള്ള ചിത്രം നമ്പൂതിരിപ്പാടിനെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ സംഘടന രംഗങ്ങളിൽ മാത്രം അഭിനയിച്ച ഈ നടൻ നമ്മുടെ മുമ്പിൽ, ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച ഈ നടൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, ലജ്ജിക്കേണ്ടതാണ് ഈ കലാരൂപത്തെ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പുതിയ ലോകം. നമ്മുടെ പുതിയ ലോകത്തിൻ്റെ പ്രയോറിറ്റിയിൽ മുൻഗണനാക്രമങ്ങളിലൊക്കെ നമ്മുടെ ക്ലാസിക്കൽ കലകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരുവാനും നമ്മുടെ സമൂഹത്തിനെ യഥാർത്ഥത്തിലുള്ള മാനവികതയുടെയും സംസ്കാരത്തിൻ്റെയും ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കഥകളിയെപ്പോലുള്ള മോഹിനിയാട്ടത്തെപ്പോലുള്ള ക്ലാസിക് കലാരൂപങ്ങൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് ആ കലാരൂപങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നില്ല, അതിൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകിയത് ഗോപിയാശാൻ്റെയും MPSൻ്റെയും കേശവൻ നമ്പൂതിരിയുടെയും ബാർബറയുടെയും മുമ്പിലായതുകൊണ്ട് അവരുടെ സാന്നിധ്യം ഞാൻ വിലമതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന എൻ്റെ 2 ഗുരുനാഥന്മാരും മറ്റ് പ്രസിദ്ധന്മാരായിട്ടുള്ള വ്യക്തികളെയും സദസ്സിലിരിക്കുന്ന സജ്ജനങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് 2 വാക്ക് പറയട്ടെ. നിന്ന് പറയാൻ വിഷമമുണ്ട്, എങ്കിലും നിന്ന് പറയട്ടെ. ഒന്നാമത് കാരണം ഗുരുനാഥന്മാരും അടുത്തിരിക്കൊണ്ടാണ് നിന്ന് പറയാമെന്ന് വെച്ചത്, അല്ലെങ്കിൽ ഇരുന്നിട്ടേ പറയുള്ളൂ, അത്ര വയ്യായികയുണ്ട്. വേണ്ട ഗോപിയാശാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എവിടെയോ അല്പം ഒരു തകരാറും അതോടൊപ്പം അല്പം അനുഗ്രഹവും എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അതുകൊണ്ടെല്ലാമാണ് ഇന്ന് ഈ ഒരു എൻ്റെ 2 ഗുരുനാഥന്മാരുടെയും സാന്നിധ്യത്തിൽ ഈ മഹനീയമായ ഒരു ഗുരുപൂജ എന്നൊരു അംഗീകാരം എനിക്ക് ലഭിക്കാനിടയായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ഞാൻ ഈ സ്റ്റേജിലാണ്, ഈ സ്റ്റേജിൻ്റെ പിന്നിൽ ഒരു കളരി ഉണ്ടായിരുന്നു. കലാമണ്ഡലത്തിലെ 1ാം കളരി എന്നാണ് ആ കാലത്ത് കേട്ടുള്ളത്. 71, 72 കാലഘട്ടത്തിലത്തെ കാര്യമാണ്. എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായത് ഈ പുറകിൽ കാണുന്ന കളരിയിൽ വെച്ചാണ്. 2 തവണ ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നു. ആ 2ാമത്തെ തവണയാണ് ഇവിടെ പഠിക്കാൻ സൗകര്യം ആയത്. പിന്നെ അംഗീകാരങ്ങളെന്ന് പറയാൻ ഇപ്പോഴത്തെ കാലസ്ഥിതിക്ക് ഏത് അംഗീകാരം വേണമെങ്കിലും അപേക്ഷ എന്നുള്ള ഒരു കടമ്പയുണ്ട്. ആ കടമ്പ കടന്നാലേ ഒരു അംഗീകാരം ആർക്കും ലഭിക്കൂ എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു അംഗീകാരങ്ങൾ, അതായത് എനിക്ക് 3 അംഗീകാരങ്ങളാണ് ആകെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയ അംഗീകാരം ഒന്നും അപേക്ഷ കൂടാതെ ലഭിച്ചതാണ്. കാരണം ഒന്ന് കോട്ടക്കൽ ശിവരാമൻ എന്ന് പറഞ്ഞ ആ മഹാനടൻ്റെ പേരിലുള്ളത്, 2ാമത് രാമകുട്ടി നായരാശാൻ്റെ പേരിലുള്ള നിവാപം, ഇപ്പതാ 3ാമത് ഗുരുപൂജ പുരസ്കാരം. ഈ 3ഉം ഞാൻ അപേക്ഷിച്ചിട്ടോ ഒന്നുമല്ല, എങ്ങനെയോ എന്നെ തേടി വന്നു. ഞാൻ അതിന് സന്നദ്ധനായി ഇവിടെ വരികയും ചെയ്തു. ഏതായാലും ഇത് എനിക്ക് തരണമെന്ന് തീരുമാനിച്ച കഥകളി സ്കൂൾ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനോടും എന്തെന്നില്ലാത്ത കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സർ. അടുത്തതായി ശ്രീമതി കലാമണ്ഡലം ബാർബറ വിജയകുമാർ അവരുടെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. നമസ്കാരം. First, I want to say thank you and congratulations to the Kathakali School led by the incredible Kalamandalam Gopalakrishnan. I am so full of admiration for what he's achieved in Kathakali for so many people. What Valatol did 100 years ago, Gopalakrishna's doing it now, supporting young people to develop and enjoy and celebrate the incredible art of Kerala. So thank you. This award, I am so happy, but I dedicate it to my Ashan, the great Govinda warrior Ashan.
because he gave me my life. Everything I have, everything I do is because of him. He gave me everything. And 50 years ago, in the room behind this curtain, I did my Chutti Arangetam. I never believed in my lifetime I would still be here in 50 years and had the honour of doing Chutti for the legend Dr. Padma Shri Kalamandalam Gopi Ashan. I never believed I would ever have the privilege of doing Chutti on such an incredible hero of mine. Thank you. Also, MPS Ashan and all the great Ashans, KG Vasu Ashan, so many Ashans that have allowed me to do their Chutti. Neliod Ashan, Kannadalayam Balakrishnan Ashan, thank you. Also Vasu Prasadi Ashan, and so many other Ashans. After I left Kalamandalam, I came back and I saw so many young artists struggling. And that's when I met my beloved husband, Kalamandalam Vijay Kumar, who has been by my side ever since. And again, I dedicate this award to him. Together, we founded the Kala Chaitanya Kathakali Company. And I can see now Kalamandalam Mohan at the back, Kalamandalam Krishnadas and their families, Kalamandalam Shivadas, Kalamandalam Sadanam Mohan, Kalamandalam Kudi Krishnan, all have come to the UK to share the remarkable art of Kathakali. Imagine 250,000 people have seen Kathakali from the tiny islands, the Isles of Scilly, to the Highlands of Scotland, to Glasgow, Edinburgh, Newcastle, Manchester, Liverpool, Oxford, Birmingham, London, Southampton, Exeter, tiny villages, children, old people, everybody have enjoyed Kathakali, and we did it together. And I will never forget the great gift you have all given to bring Kathakali to the UK, and for remembering me. After so many years of doing Chutti, I always think of my Ashan. He is always with me in my heart. And that's why dedicating this award to him means everything. Because, as I said when I began, he gave me my life. Thank you. Namaskaram. Hello. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഇവൻ്റ് സാധ്യമാക്കാൻ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും സംഭാവനകൾ അംഗീകരിക്കാനും നന്ദി രേഖപ്പെടുത്താനുമുള്ള ഒരു ദൗത്യമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി വൻ വിജയമാക്കിയതിന് ഞാനും ഈ സ്ഥാപനത്തിന് മുഴുവൻ ആളുകളും ദൈവത്തിനും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി ഇന്ത്യയിലെ 2 പ്രമുഖ വ്യക്തികളുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സേവനമനുഷ്ഠിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സാമ്പത്തിക വിദഗ്ധനും അക്കാഡമിഷനും ബ്യൂറോക്രാറ്റുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും പിന്നെ നമ്മളുടെ MT എന്നറിയപ്പെടുന്ന മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായരും ഒരു ഇന്ത്യൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായിരുന്ന ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭനും ബഹുമുഖ എഴുത്തുകാരനുമായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സാഹിത്യത്തിലെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു. നമ്മളുടെ ബഹുമാനപ്പെട്ട ടൂറിസം ആൻഡ് പെട്രോളിയം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി തൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും സമയം നീക്കിവെച്ച് ഇവിടെ വരുവാനും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനും അവാർഡുകൾ നൽകുവാനും സമ്മതിച്ച
സമ്മതിച്ചിരുന്ന അദ്ദേഹത്തിന് അസുഖം കാരണം വരാൻ സാധിക്കാത്തതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞാൻ എൻ്റെ പേരിലും കഥകളി സ്കൂളിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വയസ്സിനിടയിൽ ചുറുചുറുക്കോടെ ഓടി നടന്ന് കഥകളി സ്കൂളിൻ്റെ എല്ലാ പരിപാടികൾക്കും ഒരു തരത്തിലുള്ള വിഘ്നങ്ങൾ പറയാതെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ കലാമണ്ഡലം ഗോപിക്ക് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. കൂടാതെ ശ്രീ സുരേഷ് ഗോപിക്ക് പകരമായി ഇതിൻ്റെ ഉദ്ഘാടനവും അവാർഡുകൾ വിതരണം ചെയ്യുവാനും സമ്മതിച്ച അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഈ ദിവസം ഞങ്ങൾക്ക് പ്രകാശപൂരിതമാക്കി. അധ്യക്ഷ സ്ഥാനത്ത് ഉള്ള സംഘാടക സമിതി ചെയർമാൻ ശ്രീ കഥകളി സ്കൂളിൻ്റെ അഭ്യുതകാംക്ഷിയുമായ ശ്രീ വി മുരളി ഈ വേദിയിൽ വെച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൻ്റെ സ്വാഗത പ്രസംഗത്തിനും കഥകളി സ്കൂളിൻ്റെ ഡയറക്ടറുമായ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ്റെ ദീർഘവീക്ഷണത്തിനും മനസ്സിലേക്കും പ്രോത്സാഹനങ്ങൾക്കും വാക്കുകളില്ല. ഞങ്ങളുടെ ഹൃദയപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ കളിയച്ചൻ പുരസ്കാരവും നവജീവൻ പുരസ്കാരവും സ്വീകരിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരിക്കും ശ്രീ MP സുരേന്ദ്രനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടുകൂടി ഈ വർഷത്തെ ഗുരുപൂജ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും ശ്രീമതി കലാമണ്ഡലം ബാർബറ വിജയകുമാറിനും ഞങ്ങളുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തൽ എന്ന കർമ്മം നിർവഹിക്കാനായി ഇവിടെ ചേർന്നിട്ടുള്ള ശ്രീ PM നാരായണനും നന്ദി സംഘാടക ചെയർമാനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിദ്യാർത്ഥികൾ ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ശ്രീ വിപിൻ കുടിയേടത്തിനും കൃഷ്ണകുമാർ പൊതുവാളിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിരുന്നു. പ്രോഗ്രാം കൺവീനറായ രതീഷിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിദ്യാർത്ഥികളെ മുഴുവൻ പഠിപ്പിക്കാനും തങ്ങളുടെ മുഴുവൻ പരിശ്രമവും നടത്തേണ്ടി വന്ന ഞങ്ങളുടെ സംഗീത അധ്യാപികയായ ശ്രീജ ബാബു നമ്പൂരിക്കും അധ്യാപകരായ കലാമണ്ഡലം പ്രിയയ്ക്കും കലാമണ്ഡലം നിമിഷയ്ക്കും അവരെ സഹായിക്കുമായി നിന്ന കലാമണ്ഡലം ശില്പ അശ്വിനി കൃഷ്ണപ്രിയ എന്നിവർക്കും ചണ്ടാധ്യാപകനായ സംഗീത കേന്ദ്രത്തിനും നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടി ശ്രീ ഷാജി മുള്ളൂർക്കാരൻ കൂടാതെ നിശ്ചല ദൃശ്യങ്ങൾ എടുക്കാൻ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പ്രവീഷ്, പിന്നെ വെളിച്ചത്തിനും ശബ്ദത്തിനും ഈ പന്തലിനും ശ്രീ വീരമണി എന്നിവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു. ഞങ്ങളുടെ സ്നേഹസമമായ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും അവരുടെ ആശ്രാന്ത ശ്രമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിനെല്ലാം പുറമെ വോളണ്ടിയേഴ്സായി നിൽക്കുന്ന ഇവിടുത്തെ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും സുത്യർഹമായ സേവനത്തിനും 1000 നന്ദി പറയുന്നു. എപ്പോഴും കഥകളി സ്കൂളിന് വേണ്ടി കഥകളി സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുന്ന കഥകളി സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എല്ലാവർക്കും പ്രത്യേക നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ ഓർണമെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്ന നാസർ ടീമിനും കോസ്റ്റ്യൂം സപ്ലൈ ചെയ്യുന്ന അജീസ് എന്ന സ്ഥാപനത്തിനും കുട്ടികളുടെ മേക്കപ്പ് ചെയ്യുന്ന ശിവദാസൻ ടീമിനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും അവസാനമായി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും സഹകരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും കഥകളി സ്കൂളിലെ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഗുഡ് ലക്ക് ടു യു ഓൾ മൈ സ്റ്റുഡൻസ്.